إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة صدق الله العلي العظيم. സക്കാത്തിനെ സംബന്ധിച്ച് ഒരു വിവരണമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും, അതായത് മുസ്ലിമീങ്ങൾക്ക് മനപ്പാടമുള്ള ഒരു ഹദീസാണ് സിംഫാനി മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ. എന്താ ഇതിൻ്റെ ചുരുക്കം? ഉലമാക്കളും ഉമറാക്കളും നല്ലവരായാൽ ഈ സമൂഹം ഒട്ടാകെ നന്നായി, അവർ മോശമായാൽ സമൂഹം ആകെ ദുഷിച്ചു, മോശമായി. നമ്മളുടെ ഈ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറയുന്നുണ്ടെങ്കിൽ ഉലമാക്കളും ഉമറാക്കളും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള നല്ല ഒരു അവസരമാണിത്. ഈ പരിപാടി തന്നെ ഒരുക്കാൻ വേണ്ടി നമ്മളുടെ ഉമറാക്കൾ ഒരുങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം? ഇന്ന് ഉമറാക്കൾക്ക് ദീനിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് വളരെയധികം ആവേശമുള്ളതിരിക്കുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ഈ സക്കാത്ത് കൊടുക്കുന്നതിലും, സക്കാത്ത് കൊടുക്കാൻ എല്ലാവർക്കും വളരെയധികം ആളുകൾക്ക് താല്പര്യമുണ്ട്. സക്കാത്ത് കൊടുക്കാതെ മുതൽ സൂക്ഷിച്ചു വെച്ച ആളുകളെ, അവരെ സംബന്ധിച്ച് ഉള്ള പറയുന്ന ഒരു സൂറത്താണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. മുതലിങ്ങനെ കുറെ സംഭരിച്ച് വെക്കുക, ഈ മുതൽ കൊണ്ട് ഞങ്ങളുടെ എല്ലാ സുഖവും ഇവിടത്തേക്ക് പൂർത്തിയായി, ഞങ്ങൾക്ക് ഇത് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് നാശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതവരങ്ങനെ മനസ്സിലാക്കരുത്. അവരെ പിടിച്ച് നരകത്തിലിടപ്പെടും. ആ നരകത്തിൽ അവർക്ക് ശിക്ഷയുണ്ട്. അതാണ് ആ സൂറത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്ന് വളരെയധികം ആളുകൾ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് ഇരിക്കുന്ന താല്പര്യക്കാരാണ്. പക്ഷെ സക്കാത്തിനെ സംബന്ധിച്ചുള്ളത് ഇരിക്കുന്ന വിവരം എല്ലാവർക്കും വേണം പോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒന്ന്. പിന്നൊന്ന്, സക്കാത്ത് കൊടുക്കുന്ന സമയമാകുമ്പോൾ സക്കാത്തിനെ ഒന്ന് എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാൽ മതി സക്കാത്ത് എന്നുള്ള ആ ചിന്തയാണ്. ആരെങ്കിലും ഇത് ആരുടെയെങ്കിലും കയ്യിലെത്തി എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ മതി. അതിനൊരു കാരണവും കൂടിയുണ്ട്. റമദാൻ മാസത്തിലാണല്ലോ അധികം ആളുകളും സക്കാത്ത് കൊടുക്കുന്നത്. റമദാൻ മാസമാവുമ്പോൾ സക്കാത്ത് കൊടുക്കുമെന്ന് മനസ്സിലാക്കി
റമദാൻ മാസത്തിൽ ഇങ്ങനെ ആളുകൾ പുറത്തിറങ്ങും. അത് ബുർക്കയിട്ട പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ അല്ലാത്തവരും ബുർക്കയിട്ടിട്ട് പോകുന്നതുണ്ട് പെണ്ണ് പറഞ്ഞിട്ട്. പിന്നെ തലയ്ക്കിട്ടും താടിയും അല്ലെങ്കിൽ തൊപ്പിയും താടിയും താൽക്കാലികമായി ഒന്നുണ്ടാക്കും. അത് റജബ് മാസം വരുമ്പോൾ തന്നെ തുടങ്ങുന്നുണ്ടായിരിക്കും താടി വളർത്താൻ വേണ്ടി. താടിയും തൊപ്പിയും വെച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആളെന്ത് വിചാരിച്ചു, ഇതിൽ മൊയിലാറാണ്. അങ്ങനെ താടിയും തലയ്ക്കെട്ടും വെച്ച എല്ലാ ആളുകളും മൊയിലാറും അല്ല. മാന്യമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന അലിമിങ്ങൾ അങ്ങനെ റോട്ടിലിറങ്ങി വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ സക്കാത്തിന്റെ പണം പിരിപ്പിക്കാൻ വേണ്ടി പോകുന്നതും ഇല്ല. എവിടെയെങ്കിലും ചിലര് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. സക്കാത്ത് അത് എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ഏത് സമയത്ത് കൊടുക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. റമദാൻ മാസത്തിൽ എല്ലാവരും സക്കാത്ത് കൊടുക്കൽ ഉജൂബായവരാവുകയില്ല. പിന്നെ റമദാനിലേക്ക് നീട്ടുന്നതായിരിക്കാം. ഒരു ബിസിനസ്സുകാരൻ അവന്റെ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു കൊല്ലം പൂർത്തിയാവുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അവന്റെ കണക്കെടുപ്പ് നടത്തണം, കണക്കെടുക്കണം, എല്ലാം പരിശോധിക്കുക. അവന്റെ ബിസിനസ്സിനായി വെച്ചത് ഇരിക്കുന്ന സാധനം, അവൻ സ്വന്തം ഉപയോഗിക്കാൻ വെച്ചത് ഇരിക്കുന്ന അവന്റെ റൂമോ ആ റൂമിലുള്ളതിരിക്കുന്ന ഫർണിച്ചേഴ്സ്, അതൊന്നുമല്ല. അല്ലാത്ത വിൽക്കാൻ വെച്ചത് ഇരിക്കുന്ന എല്ലാ സാധനവും, ഏത് ബിസിനസ് ആവട്ടെ, അത് ജീൻസിന്റെ പീടിയാവട്ടെ, അല്ലെങ്കിൽ തുണിന്റെ പീടിയാവട്ടെ, അതല്ലെങ്കിൽ മരക്കച്ചവടമാവട്ടെ, അല്ലെങ്കിൽ ഭൂമി കച്ചവടമാവട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവട്ടെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അറബി മാസം മുഹറം സഫർ എന്നിങ്ങനെ കണക്കാക്കുന്ന ആ മാസത്തിന്റെ കണക്ക് പ്രകാരം ഒരു കൊല്ലമാവുമ്പോൾ കണക്കെടുക്കണം. അങ്ങനെ കണക്കെടുക്കുമ്പോൾ ചിലപ്പോൾ എന്താവും, കണക്കെടുത്ത് അവസാനം ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കാര്യങ്ങൾ ചിലതൊക്കെ നിർത്തിവെക്കേണ്ടി വരും. റമദാനിൽ ധാരാളം സദഖ കൊടുക്കാം. സക്കാത്ത് കൊല്ലം പൂർത്തിയായപ്പോൾ തന്നെ കൊടുക്കണം. ഈ കൊല്ലം പൂർത്തിയായ അവസരം കണക്ക് കൂട്ടി കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടം സംഭവിക്കുന്നു. എന്താ അത്? ഈ എല്ലാ ബിസിനസ്സുകാരും റമദാൻ മാസത്തിൽ മാത്രം സക്കാത്തിനെ കണക്കെടുത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ സക്കാത്ത് കിട്ടുന്നതൊക്കെ റമദാനിലാണ്. ചിലപ്പോൾ റമദാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ശവ്വാൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ കഴിയുമ്പോൾ ആ കൊടുത്ത് തീർന്നു. പിന്നെ അടുത്ത റമദാൻ വരെ സക്കാത്തിന്റെ അവകാശികൾ കാത്തിരിക്കണം. മുതലാളിമാര് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരുടെ ബിസിനസിന്റെ ഒരു കണക്കെടുപ്പ് നടത്തി കൊല്ലം പൂർത്തിയായപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ചിലരുടേത് റബീഉൽ അവ്വൽ മാസത്തിലായിരിക്കും, ചിലത് ജുമാദുൽ ഊലയിലായിരിക്കും, ചിലത് മുഹറമിലായിരിക്കും. അങ്ങനെ എല്ലാ സമയത്തും സക്കാത്തിന്റെ അവകാശികൾക്ക് സക്കാത്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും റമദാനിലാണ് സക്കാത്ത് കൊടുക്കുന്നത്. റമദാനിൽ തന്നെ പൂർത്തിയാവില്ലല്ലോ കൊല്ലം എല്ലാവരുടേതും. ചിലര് റമദാൻ കഴിഞ്ഞിട്ടിരിക്കും, ചിലപ്പോൾ റമദാനിലായിരിക്കും, ചിലപ്പോൾ റമദാന്റെ മുമ്പ് തന്നെ ആയിരിക്കും. റമദാനിന്റെ മുമ്പ് തന്നെ കൊല്ലം പൂർത്തിയായതിനെ റമദാൻ വരെ ഒട്ടും പിന്തിക്കാൻ പാടില്ല. പിന്തിച്ചാൽ അവൻ വാമീനാണ്. വാമീൻ എന്ന് പറഞ്ഞാൽ അവൻ ഉത്തരവാദിയാണ്, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. എന്ത് വിഷയത്തിൽ? എന്റെ കയ്യിൽ 1,00,000 ഉറുപ്പിക ഒരു കൊല്ലം സ്റ്റോക്ക് നിന്നാൽ അതിൽ 2,500 ഉറുപ്പിക 2,500 ഉറുപ്പിക ഒരു കൊല്ലം പൂർത്തിയാവുമ്പോൾ എന്റേത് അല്ല. പിന്നെ ഞാൻ ഒരാളെ ഒരു പാർട്ട്ണറായി കൂട്ടി ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഒരുപോലെ മുതലിറക്കിയ 2 ആളുകൾ, എന്നാൽ ഇതിന്റെ നേരെ പകുതി എന്റതും
പിന്നെ ഒരു പകുതി എൻ്റെ പാർട്ട്ണറുടേതും ആണല്ലോ. അതേപോലെ കൊല്ലം പൂർത്തിയാകുമ്പോൾ നമ്മളുടെ കച്ചവട സാധനത്തിന്റെ, നമ്മളുടെ സ്റ്റോക്ക് മുതലിന്റെ, നമ്മൾ ഈ സ്വർണം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% ഫക്കീറന്മാര്, മിസ്കിമാര്, കടം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവര്, മുസാഫിറന്മാര്, ഇവരൊക്കെ നമ്മളോട് ഷെയർകാരാണ്, കൂറുകാരാണ്. അവരുടെ മുതലാണ്. അവരുടെ ആ മുതലിനെ വെച്ചിട്ട് എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് അഭിമാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ മലായികത്തുകൾ അറിയുന്നു എന്തൊരു വിഡ്ഢിയാണ് ഇവൻ, എല്ലാ മുതലും എന്റേതാണ് എന്ന് ഇവൻ അഭിമാനം കൊള്ളുന്നു. പാവങ്ങളുടെ കാശല്ലേ അതിലുള്ളത്, പാവങ്ങളുടെ കാശല്ലേ. നോക്കണം, നമ്മൾക്കത് സ്വീകരിക്കുന്നതിൽ എത്ര മാന്യതയുണ്ട്. അതേപോലെ പാവപ്പെട്ട ആളുകളുടെ മുതല് നമ്മളുടെ സ്വത്തിൽ കലർന്നിട്ടുണ്ട്, അതവർക്ക് കൊടുത്തു തീർക്കണം എന്നുള്ളതിരിക്കുന്ന അഭിമാനം നമ്മൾക്ക് വേണ്ടേ? അതാരും അറിയുന്നില്ല. ആരും അറിയുന്നത് എനിക്കറിയുന്നില്ലേ? എന്റെ കാര്യം എനിക്കറിയില്ലേ? എന്റെ മനസാക്ഷിയകൻ, ആ മനസാക്ഷിക്ക് എതിരായിട്ട് ഞാൻ ഇവിടെ കുറെ അതെന്ത് അള്ളാഹു അറിയുന്നില്ലേ? നമ്മളുടെ കൂടെയുള്ളതിരിക്കുന്ന മലായികത്ത് അറിയുന്നില്ലേ? ഇത് വളരെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും കൊല്ലം പൂർത്തിയാവുമ്പോൾ ഒരു കണക്കെടുപ്പ് നടത്തണം. പിന്നെ സക്കാത്ത് കൊടുക്കുന്നത്, സക്കാത്ത് കൊടുക്കാൻ മുതലുള്ള പലർക്കും മനസ്സുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, മനസ്സുണ്ട്. പക്ഷെ സമയമാവുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോണം. ആരാ ഞങ്ങൾ സക്കാത്ത് വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നത്? അവർക്ക് കൊടുത്തേക്കാം. ചിലപ്പോ ആരെങ്കിലും ഒരു 4, 5, 6 ആള് കൂടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവര് പറയും ഞങ്ങൾ സക്കാത്ത് വാങ്ങിയിട്ട് ജനങ്ങൾക്ക് സഹായിക്കുന്നു, നിങ്ങളുടെ സക്കാത്ത്. ഓ, നല്ല കാര്യമാണ്. പലരും, കഴിവുള്ള പലരും എന്താ അറിയുക ചെയ്യുന്നത്, ഈ റമദാൻ മാസം വരുമ്പോൾ എവിടെയെങ്കിലും ദൂരസ്ഥലത്ത് പോയിട്ട് നിൽക്കുകയാണ്. എന്താ ആ കൊടുക്കണ്ടേ, ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത് ദൂരം പോയിട്ട് എവിടെയെങ്കിലും നിന്നാൽ ഈ റമദാൻ മാസത്തിൽ വീടാന്തരം കയറുന്ന ആളുകൾ, പല നിരക്കുള്ളതിരിക്കുന്ന ആളുകൾ വരുമ്പോൾ ആ ശല്യത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ള ഈ ചിന്ത, അത് കാര്യം അങ്ങനെ തന്നെയും ആണ്. അത്രത്തോളം വിഷമമുണ്ട്. ഒരാൾ കൊടുക്കുന്നു എന്ന് കേട്ടാൽ പിന്നെ എല്ലാ ആളുകളും അവൻ്റെ അടുത്ത് പോയി. നമ്മളെ നാട്ടില് ഒരു പറച്ചലുണ്ട്. എന്താ? പിന്നെ കെത്ത ഇളത്തുന്നത് ഇളത്തിയ മരുന്ന് തന്നെ ഇളത്തല്. മരുന്നിന്റെ കെത്ത എടുക്കലുണ്ട് മരുത്തുനിന്ന്. അതുവരെ മരുത്ത് ഇളത്തിയ തന്നെ എടുത്താൽ തന്നെ അതായിരിക്കും മരുന്ന്. എല്ലാവർക്കും ധൈര്യമായി, ഉറപ്പായി. അപ്പുറത്തത് ഈ ജാതിയിൽ പെട്ടതോ അല്ലേ, ആ ഇളത്തി അവിടെ തന്നെ കൊടുക്കുന്നെന്ന് കേട്ടാൽ പിന്നെ എല്ലാ ആളുകളും ആ മനുഷ്യനെ വട്ടമിട്ടു. അപ്പൊ ഇതുപോലത്തെ ഇരിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ആര് സക്കാത്ത് ഇവിടെ ഞങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് ചിലപ്പോൾ ജമാഅത്ത് കമ്മിറ്റിയാ അല്ലെങ്കിൽ അല്ലാത്ത കമ്മിറ്റിയാ, ആര് ഏൽപ്പിച്ചു കൊടുത്ത് ഞാനൊന്ന് സലാമത്തായി, ഞാൻ പരിശുദ്ധ റമദാൻ മാസമല്ലേ, എവിടെയും നോമ്പൊടിച്ച് മിണ്ടാതെ എവിടെയും പള്ളിയിലോ മറ്റോ ഇരിക്കട്ടെ, ആരും അറിയണ്ട എന്നെ, വിഷമമുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ ഈ വിഷമം ഇല്ലാതെയാകും. നമ്മളുടെ സ്വന്തം നാട്ടിൽ ഇരുന്നും കൊണ്ട് സ്വന്തം ജുമാഅത്ത് പള്ളിയിൽ പോയി നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്തും കൊണ്ട് നമ്മൾക്ക് നടക്കാൻ സാധിക്കും. ജനങ്ങളുടെ വിഷമം ഉണ്ടാവുകയില്ല. സക്കാത്ത് അതിൻ്റെതായ അവകാശികൾക്ക് എത്തിക്കേണ്ടതായ രീതിയിൽ എത്തിക്കണം. സക്കാത്ത് വിതരണം ചെയ്യുന്നതിന് 2-3 വിധാനം ഉണ്ട്. അത് എല്ലാവും നമ്മളുടെ ഇവിടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ ഇല്ല. എന്താ? ഇവിടെ ഇസ്ലാമിന്റെ ഭരണം ഇല്ലല്ലോ. ഭരണം ഉണ്ടെങ്കിൽ, ഒരു ഗവൺമെന്റ്, ഒരു ശരീഅത്ത് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് മുതലാളിമാരെ സക്കാത്ത് വസൂൽ ചെയ്യണം, പിരിപ്പിക്കണം. അത് ഏത് സ്വത്തിന്റെ? ഒന്ന് ഒട്ടകം, ഒണ്ടന്റെ സക്കാത്ത്. ഒണ്ട അല്ലാത്ത കന്നുകാലികൾ, പശു, മൂരി, എരുമ, പോത്ത്, അത് ആട്. പിന്നെ ധാന്യങ്ങൾ, നെല്ല്, അരി, ഗോതമ്പ്, ഇതുപോലത്തെ. പിന്നെ മുന്തിരിങ്ങ, കാരക്ക. ഇത് അൽ അംവാലുൽ ലാഹിറ.
എല്ലാവർക്കും കാണുന്ന മുതല്, അങ്ങനത്തെ മുതലിന്റെ സക്കാത്താണ് ഇമാം പിരിപ്പിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ വൺട്ട ആർക്കും സക്കാത്ത് കൊടുക്കും പോലത്തെ വൺട്ട ഇല്ല. അങ്ങനെ ആരെങ്കിലും ഒരു വൺട്ട കൊണ്ടുവന്നിട്ട് അവിടെ കെട്ടിയിട്ടിട്ട് അത് ഭംഗിക്ക് വേണ്ടി, ചന്തത്തിന് വേണ്ടി ഒന്ന്, അത് പേപ്പറിലും മറ്റൊക്കെ വരും, ഇന്നടുത്ത് വൺട്ട ഉണ്ട്. നമ്മൾ ഈ പ്രദേശത്ത് അങ്ങനെ വൺട്ടനെ പോറ്റുന്ന ആളില്ല. ആടുമില്ല, അതുപോലെ തന്നെ മറ്റുള്ള കന്നുകാലികൾ, ഈത്തപ്പഴയില്ല, മുന്തിരിങ്ങയില്ല, അതൊന്നുമില്ല. അതിനെപ്പറ്റി ഇപ്പോൾ നമ്മളുടെ ഈ ഭാഗത്ത് കൂടുതൽ വിവരിക്കേണ്ടതില്ല. ഇവിടെ പിന്നെയുള്ളത് എന്ത്? കച്ചവടം. അതുകൊണ്ട് നമ്മൾ കച്ചവടം കൊണ്ട് ജീവിക്കുന്നവരാണ് അധികം ആളുകളും. കച്ചവടത്തിന്റെ സക്കാത്ത്, പിന്നെ പണം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത്, പിന്നെ സ്വർണം, വെള്ളി, ഇത്തരം സാധനങ്ങളുടെ സക്കാത്തിനെ പറ്റി നമ്മൾക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സാധനങ്ങൾ, കച്ചവടച്ചരക്ക്, അതുപോലെ തന്നെ സ്വർണം, വെള്ളി, പണം, ഈ സക്കാത്ത് ഭരണാധിപന്, ശരീഅത്ത് ഭരണം ഉള്ള സ്ഥലത്ത് ഭരണാധിപന് ചോദിക്കേണ്ട അധികാരം ഇല്ല. അത് അവൻ സ്വന്തം തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഭരണാധിപൻ സക്കാത്ത് വാങ്ങിയിട്ട് കൊടുക്കുക എന്നുള്ളത് ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത്തെ രൂപം എന്താണ്? മുതലിന്റെ ആള് തന്നെ, സ്വന്തം മുതലാളി തന്നെ സക്കാത്ത് കൊടുക്കുക. ഇതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്. മൂന്നാമത്തേതാണ് വക്കാലത്ത്. ഒരു മുതലാളി, ഈ ഉസ്താദ് മുതലാളിയാണെങ്കിൽ അവരെ സക്കാത്തിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, നിങ്ങളെ ഞാൻ വക്കാലത്താക്കി എൻ്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി എന്ന്, അങ്ങനെ കൊടുക്കാം. ഇത് മൂന്നാമത്തെ ഒരു രീതിയാണ്. ഈ മൂന്ന് രീതി അല്ലാതെ നാലാമത്തൊരു രീതിയില്ല. അപ്പോൾ നമ്മളെ ഇവിടെ നടക്കുന്നത് സ്വന്തം കൊടുക്കൽ അല്ലെങ്കിൽ വക്കാലത്താക്കൽ, ഇത്ര മാത്രമാണ്. എന്നാൽ ഈ രണ്ട് രീതിയിൽ വെച്ച് ഏറ്റവും വാർന്നത് ഏതാണ്? സ്വന്തം കൊടുക്കലാണ്. അവനവന്റെ കൈകൊണ്ട് കൊടുക്കൽ, അതിന് ഏറ്റവും വാർന്ന സ്ഥാനം, അഫ്ളലാണത്. അത് അഫ്ളൽ, സ്വന്തം കൊടുക്കലാണ് ഏറ്റവും നല്ലത്. എന്താ, ഒരു സാലിഹായ അമലാണ്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ സ്തംഭമാണത്, മൂന്നാമത്തെ റുക്കിന് ഫർളാണത്. നമ്മളെ നിസ്കാരം നമ്മൾ സ്വന്തം നിസ്കരിക്കണം. അവിടെ വക്കാലത്തില്ല. പിന്നെ സക്കാത്തില് വക്കാലത്തും പറ്റും, സ്വന്തം കൊടുക്കാനും പറ്റും. നോമ്പില് വക്കാലത്തില്ല. ഹജ്ജിൽ ചില അവസരങ്ങളിലുണ്ട്, പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹജ്ജിന് വേറൊരാളെ ഏൽപ്പിക്കാം, രോഗം പിടിച്ചിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായാൽ. സക്കാത്തില് ഒന്നിരിക്കലും സ്വന്തം കൊടുക്കുക, പിന്നൊന്ന് വക്കാലത്ത്. എന്നാലും സ്വന്തം കൊടുക്കൽ അത് വലിയൊരു പുണ്യമായ കാര്യമല്ലേ? അത് സ്വന്തം ചെയ്യലാണ് ഏറ്റവും നല്ലത്. എന്റെ സക്കാത്ത് ഞാൻ തന്നെ കൊടുത്തു തീർക്കും. എങ്ങനെ കൊടുക്കണം? ഒന്ന്, സക്കാത്ത് എനിക്ക് തരണമെന്ന് ചോദിക്കുന്ന ആള്. പിന്നൊരു കൂട്ടര് അങ്ങനെയല്ല ചോദിക്കൂല. ആരെപ്പറ്റി? യഥാർത്ഥ മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. മുത്തഖീങ്ങൾ അവര് പൂങ്കാവനങ്ങളിലാണ്, നല്ല കുടിക്കാൻ രുചിയുള്ളത് ഇരിക്കുന്ന വെള്ളത്തിന്റെ സൗകര്യം അവർക്കുണ്ട്. അവർ ചെയ്ത അമലെന്ത്? ആ അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു പറയുന്നു, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്ന ആളുകളുണ്ട്, അവർക്ക് അവർ കൊടുക്കും. പിന്നൊരു വിഭാഗം ആളുകൾ മഹ്റൂം എന്ന് പറഞ്ഞാൽ, ഞാൻ വായിച്ച് എത്ര ബുദ്ധിമുട്ടായാലും, ഉടുക്കാനില്ലെങ്കിലും, പാർക്കാൻ വീടില്ലെങ്കിലും എന്നൊരാളോട് ഞാൻ ചോദിക്കുകയില്ല. എന്തിന്? എന്റെ അഭിമാനം ഞാൻ കളയണം. ഈ ദുന്യാവ് താൽക്കാലികമല്ലേ, വേണ്ട, ഞാൻ ആരോടും ചോദിക്കുകയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് കൊടുക്കണം. ഇതാണ് സക്കാത്തിന്റെ വിതരണത്തിന്റെ രീതി. നാട്ടിൽ, നമ്മളുടെ സ്വന്തം നാട്ടിൽ ആര് ഫഖീറന്മാരുണ്ട്? ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ആദ്യം പറയുന്നത് അങ്ങനെയാണ്. ഈ സക്കാത്ത്, ഇത് സക്കാത്താണ്, ഫറലായ സക്കാത്തിനെ പറ്റിയാണ് പറഞ്ഞത്. സക്കാത്ത് ഫഖീർ മിസ്കീന്മാർക്കാണ്. 8 കൂട്ടരെ പറഞ്ഞു, അതിൽ 3 കൂട്ടർ ഇവിടെ ഇല്ല. ഒന്ന്
ശരീഅത്ത് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഭരണകൂടം സക്കാത്തിനെ ജനങ്ങളിൽ നിന്ന് പിരിപ്പിക്കുമ്പോൾ അതിൽ പ്രതിഫലമില്ലാതെ ഗവൺമെന്റിന്റെ ശമ്പളമില്ലാതെ പ്രവർത്തിച്ച ആളുകൾ അവർക്കൊരു ഓഹരിയുണ്ട്. അങ്ങനെയുള്ള ആ കൂട്ടർ ഇവിടെ ഇല്ല. പിന്നൊന്നുണ്ട് അടിമകൾ എന്ന ഒരു ഏർപ്പാട് ഇന്ന് എവിടെയും ഇല്ല. രണ്ട് വിഭാഗം പോയി. പിന്നൊന്ന് അള്ളാഹുവിന്റെ സബീൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ എവിടെ? ശരീഅത്ത് ഭരണമുള്ളത് ഇരിക്കുന്ന നാട്ടിൽ. അതിവിടെ ഇല്ലല്ലോ. എന്താ? ശരീഅത്ത് ഭരണമുണ്ടെങ്കിൽ, ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ സർക്കാരിന് എന്തുകൊണ്ടും ഒരു രാജ്യരക്ഷ എന്നുള്ളത് ഇരിക്കുന്ന ഒരു ഏർപ്പാട് വേണ്ടേ? ഇന്ത്യക്ക് പട്ടാളമില്ലേ? മിലിറ്ററി ഇല്ലേ? ഉണ്ട്. പാകിസ്ഥാനില്ലേ? മറ്റുള്ള നാടുകൾക്കില്ലേ? ലോകത്ത് എല്ലാ നാടുകൾക്കും എന്നുണ്ട് പട്ടാളമുണ്ട്. യുദ്ധം ചെയ്യാതിരിക്കുന്ന എല്ലാ സാമഗ്രികളും ഒരുക്കങ്ങളും ഉണ്ട്. അതേപോലെ ശരീഅത്തിന്റെ ഭരണം ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലും വേണം. ആ നാട്ടിലെ പട്ടാളത്തിൽ, മിലിറ്ററിയിൽ പേര് കൊടുക്കാത്തത് ഇരിക്കുന്ന ആളുകൾ യുദ്ധം നടക്കുമ്പോൾ അവരുടെ സ്വന്തം സേവനമായി ആരാണോ യുദ്ധത്തിന് പോകുന്നത് അവർക്ക് സക്കാത്തിന്റെ ഒരു അംശമുണ്ട്. അത് നമ്മളുടെ ഭാരതത്തിൽ ഇവിടെ ഇല്ലല്ലോ. 3 കൂട്ടരും ഒഴിവായി. പിന്നെ 5 കൂട്ടർ: ഫക്കീറന്മാര്, മിസ്കിമാര്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, സഫർ പോകുന്നവര്, പിന്നെ പുതുവിശ്വാസികൾ എന്നല്ല, ഇസ്ലാം ദീനിലേക്ക് ആരെങ്കിലും വന്നാൽ ആരെയും ഇവിടെ നിർബന്ധിച്ചിട്ട് ബലം പ്രയോഗിച്ചിട്ട് ഇസ്ലാമിലേക്ക് ആരെയും കൂട്ടുന്നില്ല. ആരെങ്കിലും സ്വന്തം അവരെ ഇഷ്ടത്തിന് വരുന്നുണ്ടെങ്കിലോ, ഞങ്ങളെ മതം അങ്ങനത്തതല്ല, ഞങ്ങൾ മാത്രം, വേറെ ആരും ഇവിടെ വരാൻ പറ്റൂല, അത് പറയാൻ പറ്റുകയില്ല. എന്താ? അവനവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആര് വരികയാണെങ്കിലും ഇസ്ലാം വളരെ വിശാലമാണ്. നിങ്ങൾ ഇവിടെ വരണ്ട എന്ന് പറയുന്നത് ഇരിക്കുന്ന അധികാരം ആർക്കുമില്ല. അങ്ങനെ ആരെങ്കിലും വന്നു, ആ വന്ന ആളുകൾക്ക് ഒരു ഓഹരിയുണ്ട്. അങ്ങനെയുള്ളവർ പല നാടുകളിൽ നിന്ന് വളരെ ചുരുക്കമാണ്. പിന്നെ ഫക്കീറന്മാര്, മിസ്കിമാര്, കടം ഉള്ളവര്, സ്വന്തം അവന്റെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, അവന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കടമെടുത്തിട്ട് കടം വീടാൻ മാർഗമില്ലാത്ത ആള്, ഇബ്നു സബീൽ, യാത്ര പോകുന്ന ആള്. ഒരാള് ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയിട്ട് അവന് പോകാൻ പിന്നെ പാസ്സായിട്ട് കിട്ടി. പൈസന്റെ വയ്യെല്ലാം ഉണ്ടായിരുന്നു. നോക്കുമ്പോഴേക്ക് ഇപ്പൊ ഒന്നും ഇല്ല, എൻ്റെ പൈസ കട്ടിട്ട് പോവുകയോ നശിച്ചു പോവുകയോ എന്തോ ചെയ്ത് ബേജാറായി. ഞാൻ എന്ത് ചെയ്യാൻ? സക്കാത്തിൽ ഒരു ഓഹരി അവനിക്കൊണ്ട്. അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് കച്ചവടത്തിന് പോകുന്നു, ബാംഗ്ലൂർ പോകുന്നു, മൈസൂർ പോകുന്നു, അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്നു. നമ്മൾ ടിക്കറ്റിന് അവന് പൈസയില്ല, അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നത്, അവനും സക്കാത്തിൽ ഓഹരിയുണ്ട്. അപ്പം 4 കൂട്ടരുണ്ടാവും: ഫക്കീറന്മാര്, മിസ്കിമാര്, യാത്രക്കാര്, കടമുള്ളവർ. പിന്നെ പൊതുവിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർ. ഇത് ആരെല്ലാം ഉണ്ട് നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ ചുറ്റുഭാഗത്ത് എന്ന് കണക്കെടുക്കണം. കണക്കെടുത്തിട്ട് എൻ്റെ മുതൽ സക്കാത്ത് എത്രയുണ്ട് അത് അവനെ എത്തിക്കണം. വരട്ടെ എന്നല്ല, പിന്നെ കണക്കാക്കിയിട്ട് അവരുടെ വീടുകളിൽ എത്തിക്കുക. ഇത് എത്തിക്കുന്നതിലാണ് പലർക്കും പ്രയാസമുള്ള. സക്കാത്ത് കൊടുക്കണമെന്ന് വിശാലമായ മനസ്സുള്ള ആളുകൾക്ക് തന്നെ ഇതിലൊരു പ്രയാസം. എന്താ? ആളുകളെ കാണുമ്പോൾ അങ്ങുന്നും ഇങ്ങുന്നും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്? സമ്പാദിച്ചത് ഒട്ടാകെ കൊടുത്താലും പോരാ. ഈ ഒരു അവസരം നോക്കിയിട്ടാണ് പലരും മുതലെടുപ്പ് നടത്തുന്നത്. ഞങ്ങൾ സക്കാത്ത് കൊടുത്തോളാം. അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ എന്തെല്ലാം വേണ്ടായിക നടക്കൂ. മാത്രമല്ല, കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആളുകളൊന്നും അല്ലല്ലോ. പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ അതിന്റെ മെമ്പർമാർ. ഇങ്ങനെ ഒരു മെമ്പറിനെ പറ്റിയില്ലെങ്കിൽ ഓനെ പുറത്താക്കി പിന്നെ ഒരാളെടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഒരാളെ എടുക്കാതിരുന്നു. അത് സ്ഥിരമല്ല. വക്കീല് ആവുമ്പോൾ 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന വക്കീൽ സ്വന്തം കൊടുക്കൽ, അതിന്റെ പുറകെ വക്കീല് ഒരാളാവാ, 2 ആളാവാ, 3 ആളാവാ. പക്ഷെ ഈ കാലത്ത് ഒന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. പൈസ ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റിയ ആളുകൾ എവിടെയുണ്ട്, ആരുണ്ട്? ആർക്കെങ്കിലും അവനവന്റെ പണം സ്വന്തം കയ്യിൽ വെക്കാനെന്ന് ധൈര്യമില്ലല്ലോ. അപ്പൊ ധൈര്യമുള്ള ഒരാളെ കയ്യിൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, അല്ലെങ്കിൽ 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, ഇത് നിന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നു,
1 മാസം കഴിഞ്ഞിട്ട് എൻ്റെ മകളെ മംഗല അപ്പം തന്നാ മതി ആയി നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്ക് എൻ്റെ തീർന്നു പോയി, ഞാൻ എന്താക്കാൻ, നാളെ വാ, നാളെ പോയി, നാളെ വന്ന വൈകുന്നേരം വാ, നാളെ രാവിലെ വാ. അവസാനം ഇല്ലേ ഇല്ല. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നിരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്ത് എത്രയുണ്ടാവും ഒട്ടാകെ കണക്കെടുത്താൽ? അങ്ങനെ ഈ കമ്മിറ്റിയും സംഘടനയും എല്ലാം ആവുമ്പോൾ പല മോശങ്ങളും വരുന്നുണ്ട്. അത് ഒന്ന്, ഒരു പ്രത്യേക വക്കീൽ അല്ല എന്നുള്ളത്. പിന്നൊന്ന്, അത് രണ്ടാമത്തെ, ഇത് ശരിയാണെങ്കിലല്ലേ ബാക്കിയുള്ളത് ഇരിക്കുന്ന മോശങ്ങളിൽ നോക്കാനുള്ളത്. ഒരു പ്രത്യേക വക്കീലല്ല, അത് ശരി ആണ് എന്ന് ശറയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു കമ്മിറ്റിയോ മറ്റോ ഏൽപ്പിക്കാൻ പറ്റിയതിരിക്കുന്ന ഒരു ചുറ്റുപാട് ആണോ എന്ന്. അപ്പോൾ രണ്ടാമത്തെ മാർഗമായിട്ടുള്ളത് വളരെ വിശ്വാസമുള്ള 1 2 അല്ലെങ്കിൽ 4 5 അതിന് ദോഷമില്ല, വക്കീലന്മാരാവാം. പക്ഷെ 4 ആളെ ഒന്നിച്ചിട്ട് വക്കീലന്മാരാക്കിയാൽ ആർക്ക് കൊടുക്കുമ്പോഴും 4 ആളും മുഷാവറ ചെയ്യണം. അല്ലെങ്കിൽ വേറെ വേറെ തന്നെ, നിന്റെ കയ്യിലേൽപ്പിച്ച് നീ കൊടുക്കണം, നിന്റെ കയ്യിലേൽപ്പിച്ച് നീ കൊടുക്കണം. പിന്നെ അവർ തമ്മിൽ മുഷാവറ ചെയ്യേണ്ടത് ഇരിക്കുന്ന ആവശ്യമില്ല. എന്നാൽ ഇന്ന് മുതലാളിമാരുടെ സക്കാത്ത് പലതും അതിൻ്റെ യഥാർത്ഥ അവകാശികളെ എത്തിക്കുന്നില്ല. ഓരോ നാട്ടിലുമുള്ളത് ഇരിക്കുന്ന മുതലാളിമാര് അവരുടെ ജമാഅത്ത് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ എത്രയുണ്ട് എന്ന് ലിസ്റ്റ് എടുക്കാൻ സാധിക്കും. ലിസ്റ്റ് എടുത്ത് എന്ത് ചെയ്യാ, സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവരാണ് എന്ന് തോന്നുന്ന ആളുകളുടെ കയ്യിലേക്ക് അത് എത്തിച്ച് ആ സക്കാത്തിന്റെ മുതല് അവർക്ക് എത്തിച്ചു കൊടുത്താലോ ഈ പാവങ്ങളുടെ അവസ്ഥ, ചുറ്റി നടക്കുന്നവരുടെ അവസ്ഥ പോകട്ടെ. ചുറ്റി നടക്കേണ്ടി വരുമോ? എന്തൊരു വിഷമമാണ്. ജമാഅത്തിന്റെ പലരും, കഴിവുള്ളത് ഇരിക്കുന്ന ജമാഅത്തിൽപ്പെട്ട പലരുടെയും ആ ജമാഅത്തിന്റെ ലെറ്റർ അതിലെഴുതി ഇവന് പാവപ്പെട്ട മനുഷ്യനാണ്, പാർക്കാൻ വീടില്ല, 2 പെമ്മക്കളുണ്ട്, ഒരാൾ രോഗിയാണ്, സഹായിക്കണം, ജമാഅത്തിന്റെ സീല് വെച്ച് ആ ജമാഅത്തിൽ ഏറ്റവും കഴിവുള്ളത് ഇരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുക. ആ പ്രസിഡന്റിന്റെ ഒപ്പം വെച്ച് നാട് ചുറ്റാൻ വേണ്ടി അയച്ചു. ചുറ്റുമ്പോൾ 5 റുപ്യ 10 റുപ്യ ഇങ്ങനെ കൊടുക്കും. ഇവൻ പുരകെട്ടാനുണ്ടോ, ഇവൻ മരുന്നാക്കാനുണ്ടോ? ഈ യാത്രയിൽ ഭക്ഷണത്തിനും ബസ്സിനുമായിട്ട് ആ പൈസ തീർന്നില്ലേ? ഇതേ അവസ്ഥയിൽ നമ്മളുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ സഹോദരന്മാരെ അവസ്ഥ എന്താകും? കച്ചവടക്കാര് കണക്കെടുക്കണം, 2.5% കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. തുടങ്ങുമ്പോൾ 100 റുപ്യ കൊണ്ട് കച്ചവടം തുടങ്ങിയാലും കൊല്ലം പൂർത്തിയാവുമ്പോൾ അത് 10 ലക്ഷമായിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കണം. സ്വർണം, ആഭരണം, ശരീരത്തിൽ ധരിക്കുന്ന ആഭരണമുണ്ടല്ലോ, ആഭരണം മിതമായതിന് എന്തില്ല, സക്കാത്തില്ല. അമിതമായി പോയി, കണക്കിലധികമായി പോയി, നാട്ടിൽ ഒരു പതിവുണ്ട്, നാട്ടുറൂഢി, അത്ര ധരിക്കാം. നമ്മളുടെ ഇവിടൊക്കെ ഒരു 10, 50, 60 പവൻ ഒക്കെ ആയാൽ ഒരു നാട്ടുനടപ്പ്. അത് കൃത്യം എന്നല്ല ഞാൻ കണക്ക് പറഞ്ഞത്. നാളെ ഞാൻ 50 പറഞ്ഞല്ലേ അല്ലെങ്കിൽ 60 പറഞ്ഞല്ലേ, അതിന് ഉറുഫ് എന്നാണ് പിന്നെ ശറയിൽ പറയൽ. ഉറുഫ് എന്ന് പറഞ്ഞാൽ നാട്ടുറൂഢി. ആ റൂഢി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ അറിയുന്നതാണ്. ഒരു 50 60 പവനായാൽ നാട്ടുറൂഢിയിൽ മതിയല്ലോ. അതിനേക്കാൾ അധികം ആകുമ്പോഴേക്ക് വല്ലാതെ പൊന്നി എന്നായി. അങ്ങനെ വല്ലാതെ 100, 200, 300, 400 പവൻ സ്റ്റോക്കുള്ള ആഭരണം തന്നെ ഉള്ളതിരിക്കുന്ന ആളുകൾ, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും അറിയേണ്ടതിരിക്കുന്ന വിഷയമാണിത്. അതിനെന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എത്ര? 50, 60 അത് റൂഢിയല്ല, അത് വിട്ടിട്ട് ബാക്കിയുള്ളതിനല്ല. അധികമുണ്ടെങ്കിൽ അത് 1 തന്നെ തുടങ്ങണം. എത്രയുണ്ട്? ആ ഉള്ളതിന് മുഴുവൻ 2.5% സക്കാത്ത് കൊടുക്കണം. കട്ടി സ്വർണം സൂക്ഷിച്ച്, സ്വർണത്തിന്റെ കട്ടി ആഭരണമാക്കാത്തത്, അത് മിനിമം 85 ഗ്രാം സ്വർണം ഒരു കൊല്ലം സ്റ്റോക്ക് നിന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. സ്വർണം തന്നെ കൊടുക്കണം. വെള്ളി 595 ഗ്രാം വെള്ളി മിനിമം ഒരു കൊല്ലം സ്റ്റോക്ക് നിന്നാൽ 2.5% സക്കാത്ത് കൊടുക്കണം. അതിനേക്കാൾ അധികം എത്ര ഉണ്ടെങ്കിലും. മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സ്വർണം കൊണ്ടുവന്ന് 10 പവൻ കൊണ്ടുവന്ന് വെച്ച്, 10 പവൻ കൊണ്ടുവന്ന് വെച്ച് ആഭരണമാക്കിയിട്ടില്ല, ബാക്കി പൂർത്തിയായിട്ടില്ല.
കൊല്ലം ഒന്നായി, സക്കാത്ത് അതിന് കൊടുക്കണം, അതിന് സക്കാത്ത് കൊടുക്കണം. ഈ നിലക്ക് കണക്കെടുത്തും കൊണ്ട് സഹോദരന്മാരെ എല്ലാ ജമാഅത്തും ഇതിന് പ്രവർത്തിക്കണം. എങ്ങനെ? അതാത് നാട്ടിലുള്ളത് ഇരിക്കുന്ന അവകാശപ്പെട്ടത് ഇരിക്കുന്ന ആളുകൾ, പിന്നെ അവരെ കുടുംബത്തിലും മറ്റൊക്കെയുള്ള ആളുകളെ, പാവപ്പെട്ട ആളുകളെ കണക്കെടുത്തും കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കും. അത് തയ്യാറാക്കി സക്കാത്തിന് തരപ്പെട്ടത് ഇരിക്കുന്ന ആളുകളെ അത് ജമാഅത്ത് അടിസ്ഥാനത്തിലോ മറ്റോ അറിയിക്കുക. സക്കാത്ത് അവർ നേരിട്ട് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും വക്കീലാക്കിയിട്ട് ജമാഅത്ത് കൊടുക്കാതെ എല്ലാവരുടെയും സക്കാത്ത് ജമാഅത്ത് പിരിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിനായിട്ട് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സക്കാത്ത് പിരിപ്പിച്ചാൽ, സക്കാത്ത് ഇസ്ലാം കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ച രീതി അല്ല. നിസ്കാരം എത്ര ഗൗരവം, എത്ര ഗൗരവം! നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ അതിനെ നിസ്കാരത്തിനെയും സക്കാത്തിനെയും രണ്ടായി കാണുന്ന ആളുകളെ ഞാൻ വിടുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. എന്താ? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടാണ് അവർ പറഞ്ഞ സക്കാത്ത്. എന്താ? അല്ലാഹുവിന്റെ നബിയോടാണ് തങ്ങൾ സക്കാത്ത് വാങ്ങണം, അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കണം, തങ്ങൾ അവർക്ക് ദ്വാരക്കണം, അതവർക്ക് നല്ലതാണ്. അങ്ങനെ ദ്വാരക്കുന്ന ആള് പോയി, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരുങ്ങി. ഉമർ ഇബ്നു ഖത്താബും കുറെ ആളുകളൊക്കെ എതിർത്തു. എങ്ങനെ? അവർ ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ, പിന്നെങ്ങനെ അവരോട് ജിഹാദ് ചെയ്യും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഒരു നീണ്ട പ്രസംഗം തന്നെ ചെയ്തു. ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? സക്കാത്തിനെയും നിസ്കാരത്തിനെയും രണ്ട് തരമായി കാണുന്നവരെ ഞാൻ വിടുകയില്ല. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു ശരിയാണ് എന്ന്. സക്കാത്ത് അത്രയും ഗൗരവമാണ്. നിസ്കാരത്തിന്റെ ഗൗരവം, റമദാൻ മാസത്തിന്റെ നോമ്പിന്റെ ഗൗരവം അത് മനസ്സിലാക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കച്ചവടത്തിന്റെ, സ്വർണത്തിന്റെ, വെള്ളിന്റെ, പണം സ്റ്റോക്കുള്ളതിന്റെ കണക്കെടുത്ത് 2.5%, അതാണ് കഡ്ഡായ സക്കാത്ത്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സലാത്തി വ ഈതാഉ സക്കാത്തി വ സൗമു റമളാന വ ഹജ്ജുൽ ബൈത്ത്. ഇസ്ലാം എന്ന ആ വലിയ വീട്, അതിന് 5 സ്തംഭങ്ങൾ. ഒന്ന് ഷഹാദത്ത് കലിമ, രണ്ടാമത്തെ നിസ്കാരം, മൂന്നാമത്തെ സക്കാത്ത്, നാലാമത്തെ നോമ്പ്, അഞ്ചാമത്തെ ഹജ്ജ്. നോമ്പിലും ഹജ്ജിലും നമുക്ക് വലിയ താല്പര്യമില്ലേ? ഹജ്ജ് എങ്ങനെങ്കിലും ചെയ്യണം, നോമ്പിടിക്കണം. നിസ്കാരത്തിന് താല്പര്യമുണ്ട്, സക്കാത്തിൽ അതേപോലത്തെ താല്പര്യം വേണം. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. അത് ഈ 2.5% ഞാൻ പറഞ്ഞ അതിനേക്കാൾ അധികം കൊടുക്കുന്നത് സദഖയാണ്. കണക്കെടുക്കാതെ റമദാനാകുമ്പോഴേക്ക് കുറെ പണം ഒരുമിച്ച് കൂട്ടിയിട്ട് കൊടുത്ത് ഇവർക്കൊക്കെ കൊടുത്ത്. ഞാൻ സക്കാത്ത് കൊടുത്തു. എത്ര കൊടുത്തു? ഞാൻ 1,00,000 ഉറുപ്പിക കൊടുത്ത്. മുതലിപ്പോ കണക്കാക്കുന്ന എത്രയോ ഉണ്ട്. അത് റമദാനിൽ എത്ര കൊടുത്തു? ഈ സക്കാത്താവുമോ? ആവൂല. സക്കാത്തിന്റെ അവകാശികളെ മനസ്സിലാക്കിയിട്ട്, സക്കാത്തിന്റെ മുതലുകളെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ നിലക്ക് സക്കാത്ത് വിടണം. അതിൽ ഉമറാക്കൾ, ഉലമാക്കൾ എല്ലാവരും സഹകരിക്കണം. എല്ലാ ജമാഅത്തുകളും അവരവരുടെ നാട്ടിലുള്ളതിരിക്കുന്ന സക്കാത്തിന്റെ അവകാശികളെ മനസ്സിലാക്കി അതാത് നാട്ടിലുള്ളതിരിക്കുന്ന ഖതീബമാര് അവരോട് സഹകരിച്ചും കൊണ്ട് അതിന്റെ ശറയ്യായ വിധി അവരോട് ചോദിച്ച് റമദാൻ വരുമ്പോഴേക്ക് നമ്മൾ, അതായത് സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഉലമാക്കളായ നമ്മളും സക്കാത്തിനെ സംബന്ധിച്ച് ഫിത്ർ സക്കാത്ത്, നോമ്പ്, പെരുന്നാൾ നിസ്കാരം, ഇഅ്തികാഫ് ഇതുപോലത്തെ മസലകൾ ഒന്ന് കിതാബ് മുത്താലയ്ത് സ്റ്റഡിയാക്കി വെച്ച് ജനങ്ങളെത്തിക്കണം. ജനങ്ങൾ സ്വീകരിക്കാൻ ഇന്ന് വളരെ ഒരുക്കത്തിലാണുള്ളത് എന്ന് ജനങ്ങളുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, മുതലാളിമാര് തയ്യാറാണ്. അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുങ്ങാം. ഒന്നിച്ച് ഉമറാക്കൾ, ഉലമാക്കൾ, പൊതുജനങ്ങൾ, ജമാഅത്തുകൾ ഒന്നിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ പാവപ്പെട്ട പല ആളുകളുടെയും കണ്ണുനീരൊപ്പാൻ നമ്മൾക്ക് സാധിക്കും. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ಮೊಹಲ್ಲಾ ಆಡಳಿತ ಸಮಿತಿಗಳು ಝಕಾತ್ ಸಂಗ್ರಹಿಸಿ ಅರ್ಹರಿಗೆ ವಿತರಿಸುವುದು ಸೂಕ್ತವಲ್ಲವೇ?
സക്കാത്ത് ജമാഅത്ത് സംഗ്രഹിച്ച് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് അവരെന്ത് ചെയ്തത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉത്തരം പറഞ്ഞല്ലോ, അത് പറഞ്ഞു. പിന്നെ അതിന് പറഞ്ഞത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു സംഘടന ആണെങ്കിൽ ആ സംഘടന കൊടുത്തൂടെ. അത് സംഘം എന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഇല്ല. പിന്നെ വക്കീല് ഉണ്ട്, വക്കീല് ഒന്നാവ രണ്ടാവ, അവരെന്താവണം, അത് ശരിക്കും വിശ്വാസമുള്ളവരായ വക്കീലന്മാർ ആവണം. നമ്മൾ കൊടുത്ത മുതൽ അതിൻ്റെ ശരിയായ ആൾക്ക് അവരെത്തിച്ചിട്ടുണ്ടാവും. അവരെ ബസ്സിൻ്റെ പൈസയോ അല്ലെങ്കിൽ അവരെ ചായ പൈസയോ അതൊന്നും അവരിതിൽ നിന്ന് എടുക്കുകയില്ല. ഇത് മിസ്കിന്മാർക്ക് ഫക്കീറന്മാർക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ഉറപ്പുള്ള ഒരു വക്കീല് അല്ലെങ്കിൽ 2 വക്കീല് അല്ലെങ്കിൽ 3 വക്കീല്, ഇങ്ങനെ അതിന് വിരോധമില്ല. സംഘം ഒരു കമ്മിറ്റി എന്നുള്ളത് അത് ഒരിക്കലും വക്കീല് ആവാൻ പറ്റുക തന്നെ ഇല്ല. രണ്ടാമത്തത്, യതീംഖാന പോലെയുള്ള സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുത്ത് ആ സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സഹകരിച്ചുകൂടെ? സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കല് അത് ഖുർആനിൽ പറഞ്ഞല്ല. ഖുർആനിൽ പറഞ്ഞ ഫുഖറ മസാക്കീന്, ഫക്കീറന്മാര്, മിസ്കിന്മാര്, കടം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവര്, ഈ യാത്ര പോകാൻ വഴിയില്ലാത്ത, യാത്ര എന്ത് ഞാൻ വിവരിച്ചു കഴിഞ്ഞു, യാത്രയിൽ ബുദ്ധിമുട്ടാവുന്നവര്, പൊതുവിശ്വാസികൾ. പിന്നെ 3 വിഭാഗം ഇല്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ 8 കൂട്ടരെ പറഞ്ഞുകൊണ്ട് ഇന്നമാ എന്ന് പറഞ്ഞു. ഇന്നമാ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം നഫിയും ഇസ്ബാത്തും എന്ന് പറഞ്ഞാൽ ഈ 8 കൂട്ടർക്ക് ആണ് സക്കാത്ത്, അല്ലാത്തവർക്ക് ഇല്ല, കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം തന്നെ. ഇന്നമാ പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ ഈ 8 കൂട്ടര് അല്ലാത്ത ആർക്കും കൊടുക്കാൻ പറ്റും. സംഘസമസ്ത എന്ന് പറയുമ്പോൾ അത് ಈ 8 ಕೂಟರಿಕಾಯಿಲ್ಲ, ಅದರ ಸ್ಥಾಪನತಿನಾಯಿ. ತಂದೆಯ ಸಕಾತ್ ಬಡ ಮಕ್ಕಳಿಗೆ ನೀಡಬಹುದೇ? ತಂದೆಗೆ ಸಂಪತ್ತು ಇದೆ, ಮಕ್ಕಳಿಗೆ ಆ ಸಕಾತ್ ಕೊಡಬಹುದೇ? മകൻ പ്രായപൂർത്തിയായിട്ട് ഓന് സ്വന്തമായിട്ട് പണിയെടുക്കാൻ ഓൻ്റെ ജീവിത മാർഗം തേടാൻ സാധിക്കുന്ന ഒരാളാണ് എങ്കിൽ ബാപ്പ ചെലവ് കൊടുക്കൽ അവന് കഡ്ഡായമല്ല. ബാപ്പാന്റെ ചെലവ് കഡ്ഡായമല്ലാത്ത മക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും. ഇനി രോഗിയായിട്ടോ മറ്റോ അവൻ കിടപ്പിലാണ്, അപ്പൊ ബാപ്പ നോക്കണം, അങ്ങനെയുള്ള ആളല്ല. എന്താ, അവന്റെ ചെലവ് പൂർണ്ണമായിട്ട് അവൻ നോക്കുമല്ലോ. അല്ലാത്ത മക്കള് സ്വന്തമായിട്ട് നയിക്കാൻ കഴിവുള്ള മക്കള് നയിക്കാതെയോ നയിച്ചിട്ടോ അവർ ബുദ്ധിമുട്ടുന്നതിന് ബേജാറാവുന്നുണ്ടെങ്കിൽ അവരെ സക്കാത്ത് അവർ കൊടുക്കാം, സഹോദരിമാർക്ക് കൊടുക്കാം. 5 ಲಕ್ಷ ರೂಪಾಯಿ ಸಾಲ ಇದೆ, 3 ಲಕ್ಷ ರೂಪಾಯಿ ತನ್ನ ಅಧೀನದಲ್ಲಿದೆ, ಸ್ವಂತದಲ್ಲಿ 3 ಲಕ್ಷ ರೂಪಾಯಿ ಇದೆ, 5 ಲಕ್ಷ ರೂಪಾಯಿ ಹೊರಗಿನವರಿಗೆ ಸಾಲ ಕೊಡ್ಲಿಕ್ಕೆ ಇದೆ. ಇಲ್ಲಿ ಸಕಾತ್ ಹೇಗೆ ಕೊಡಬಹುದು, ಕೊಡಬೇಕೇ? 3 ലക്ഷം ഉറുപ്പിക ഒരു വർഷം പൂർണ്ണമായിട്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ സ്റ്റോക്ക് നിന്നാൽ ബാക്കി അവന് കടമുണ്ടോ ഇല്ലേ അത് നോക്കാതെ ഈ 3 ലക്ഷം ഉറുപ്പിയിൽ നിന്നിട്ട് അതിൻ്റെ 2.5% 7500 ഉറുപ്പിക സക്കാത്തായിട്ട് കൊടുക്കുകയെ തന്നെ വേണം. കടം അത് വേറെ, കടത്തിന് ഇത് ബാധകമല്ല. ವಿದೇಶಕ್ಕೆ ತೆರಳುವವರಿಗೆ ಅಥವಾ ಬಡ ಹೆಣ್ಣಿನ ಮದುವೆಗೆ ನೀಡಿದರೆ ಸಕಾತ್ ಸಂದಾಯವಾಗಬಹುದೇ? വിദേശത്തേക്ക് പോകുന്ന ആൾക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റുമോന്ന്, അതിപ്പോ നമ്മൾ യാത്രക്കാരെ പറഞ്ഞു. വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിൻ്റെ അകത്തോ, അത് ഇന്ത്യയിൽ നിന്ന് പുറത്തോ ഇന്ത്യൻ്റെ അകത്തോ വേറെ എവിടെ യാത്ര പോയിട്ട് അവൻ്റെ ജീവിത മാർഗം തേടുന്ന ആള്, അവന് പോകുമ്പോഴേക്ക് ടിക്കറ്റിനോ മറ്റോ ചെലവിനോ പൈസ ഇല്ല എന്നെങ്കിൽ അവന് സക്കാത്തിൻ്റെ ഒരു ഓഹരി ഉണ്ട് എന്ന് സക്കാത്തിൻ്റെ അവകാശികളിൽ പറഞ്ഞു. പിന്നെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഫക്കീറന്മാര്, മിസ്കിന്മാര്, അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് സക്കാത്ത് കൊടുക്കാം. അത് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആണിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രത്യേകതയൊന്നുമില്ല. അപ്പം മിസ്കീനായ മനുഷ്യന് കൊടുത്താലോ, മകളെ കെട്ടിച്ചു കൊടുക്കാൻ അത്യാവശ്യമായ ചെലവ്, ആ ചെലവിന്റെ വഴി അവനില്ല, അപ്പോൾ അവൻ മിസ്കീനായി. മിസ്കീൻ എന്ന ആ പേര് കൊണ്ട് അവനിക്ക് സക്കാത്ത് കൊടുക്കുന്നു. മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന ആ പേരിൽ സക്കാത്ത് കൊടുക്കൽ ഇല്ല. പിന്നെ അവൻ മിസ്കീനാണ്, അവനിക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ട് മിസ്കീനായി? ഇത് ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്താൽ പറ്റും. പിന്നെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ എത്രയോ കൊടുക്കണം, ലക്ഷക്കണക്കിന് വരദക്ഷിണയായിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ പിന്നെ കുറെ സ്വർണം കൊടുക്കണോ? അതിനൊക്കെ കൊടുത്താല്
ജനങ്ങളെ ഈ സമുദായത്തിനെ നശിപ്പിക്കലാണ്. ഇസ്ലാം ഒരിക്കലും സമുദായത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. അത്യാവശ്യ ചെലവിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. പുതുമുസ്ലിം പുതുവിശ്വാസികൾ എന്ന് പറഞ്ഞല്ലോ, ഒരാൾ പുതുവിശ്വാസിയാണ്, അയാളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ട്, എന്നാൽ പുതുവിശ്വാസി എന്നൊക്കെ അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? പുതുവിശ്വാസി എന്ന പേരിൽ സക്കാത്ത് അയാൾക്കുണ്ട്. എന്താ, അയാളുടെ ഒരു മനസ്സിന് ഒരു ശാന്തി, എന്നോട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്, അവരെ വാക്കുകൊണ്ടും ദേഹം കൊണ്ടും പൈസ തന്നിട്ടും കൂടി എന്നോട് അവർ സഹകരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ദീനാണ് ഈ മതം, സഹകരണമുള്ള ദീനാണ് എന്ന് തോന്നിപ്പിക്കാം, എന്ന് വരുത്താൻ വേണ്ടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? 2-3 വർഷം മുമ്പ് പുതുവിശ്വാസിയായിരിക്കുന്ന ആ ആളും പുതുവിശ്വാസിയാണോ, അല്ല ഇപ്പോൾ കടന്നു വരുന്നോണ്ടിരിക്കുന്ന ആളാണോ, എങ്ങനെയാണ്? അത് ഒരു വിഷയമാണ്. എന്താ, നമ്മളിപ്പോൾ പൊതുവിശ്വാസി എന്ന് പറയുന്നത് എങ്ങനെ അറിയോ, അയാൾ 50 കൊല്ലം മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ആള്, എന്നിട്ട് അയാൾക്കൊരു പേരും വെക്കും, ജദീദ്. ജദീദ് തന്നെ പുതിയത്, അതെപ്പോഴും പുതിയതല്ല, അത് പുതുവിശ്വാസിയല്ല. പിന്നെ ഇസ്ലാമിലേക്ക് കടന്ന് വന്നിട്ട് പിന്നെ ഇത് ഞാൻ വരുമ്പോഴേക്ക് നല്ല വിചാരം വിചാരിച്ചിട്ട് വന്ന് ഇപ്പൊ ഒന്നുമില്ല, അങ്ങോട്ട് പോയാലോ നിന്നാലോ, പോയാലോ നിന്നാലോ എന്നുള്ള ഇങ്ങനത്തെ ഒരു സംശയത്തിലുള്ള ആള് മാത്രം. എന്നല്ലാതെ എപ്പോഴും പുതുവിശ്വാസി പുതുവിശ്വാസി എന്നുള്ള പേര് വെച്ചിട്ട് അയാളെ മോളെ കെട്ടാൻ ഒരേ ഇഷ്ടപ്പെടുന്നില്ല. അത് പുതിയോന്ന് നങ്ങാറ് പുതിയങ്ങല്ലേ. അങ്ങനെ പുതിയെന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട സഹാബാക്കള് ഇസ്ലാം ദീൻ സ്വീകരിച്ചിട്ട് 1 കൊല്ലോ 2 കൊല്ലോ ആകുമ്പോഴേക്ക് വഫാത്തായ ആളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇസ്ലാം ദീൻ സ്വീകരിച്ചു. നുബുവത്തിന്റെ അള്ളാഹു നബിക്ക് നുബുവത്ത് കിട്ടിയിട്ട് 6ാമത്തെ കൊല്ലത്തില്. അള്ളാഹു നബീന്റെ വഫാത്ത് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് 2 കൊല്ലവും ചില്ലാനം ഭരിച്ചു. അബൂബക്കർ സിദ്ദീഖ് 12 കൊല്ലം ജീവിച്ചു, വഫാത്തായല്ലോ. പുതുവിശ്വാസി നമ്മളെ കണക്ക് പ്രകാരം പുതുവിശ്വാസി എന്നുള്ള ജദീദ് എന്നുള്ള പേരേ പോയിട്ടില്ല. അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഈമാൻ ഉറച്ചാ പിന്നെ പുതുവിശ്വാസി അല്ല. ಈ ಮೊಹಲ್ಲ ಆಡಳಿತ ಸಮಿತಿಗಳು ಜಕಾತ್ ಸಂಗ್ರಹಿಸಿ ಅರ್ಹರಿಗೆ ವಿತರಿಸುವುದು ಸೂಕ್ತವಲ್ಲವೇ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ ഇപ്പോൾ ഒരു ഇസ്ലാമിക ഭരണം ഉള്ള സ്ഥലത്ത് നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഒരു മഹല്ല ആഡളിത സമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആവശ്യമായ പള്ളി, നാട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ട ദീനീയ ശിക്ഷണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ആഡളിത സമിതിയാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതേ സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള സാമ്പത്തികമായി വളരെ വിഷമിക്കുന്ന മിസ്കീന്മാരും ഫക്കീർമാരും തുടങ്ങിയിട്ടുള്ള അവരെ ഈ ആഡളിത സമിതി തന്നെ ഏറ്റെടുത്തുകൊണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ള പണം ആ നാട്ടിലുള്ള പണക്കാരിൽ നിന്ന് അതേ ആഡളിത സമിതിക്ക് ഏൽപ്പിച്ചിട്ട് അതൊരു ബൈത്തുൽ മാൽ, ഇപ്പം സാധാരണയിൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്ലാമിലുണ്ടല്ലോ. അപ്പോൾ ആ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ആ സങ്കല്പ അത് ആഡളിത ഒരു മഹല്ല കമ്മിറ്റിയുടെ അവിടെയുള്ള ഒരു ഫണ്ട് അത് തന്നെ ആക്കി വെച്ചിട്ട് അപ്പോൾ ആഡളിത സമിതി തന്നെ ഈ സക്കാത്ത് ഇതാക്കി കൊടുത്തെങ്കിൽ അതെന്ത് ബാക്കിയുള്ളതെല്ലാം നിർവഹിക്കപ്പെടുമ്പോൾ ഈ സക്കാത്തിൻ്റെ അവിടെ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടത് നിർവഹിക്കപ്പെടുന്നില്ല? ആഡളിത സമിതി ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ശരീഅത്ത് ഭരണമുള്ള നാട്ടിൽ നടത്തും പോലെ നടത്തുന്നു എന്ന് പറയുന്നത് അത് സാധ്യമല്ലാത്തൊരു വിഷയമാണ്. അത് ഇല്ല. എന്തുകൊണ്ട്? പരമാവധി ഇപ്പം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്ന എന്താണ്? പള്ളി നന്നാക്കൽ, മദ്രസ നന്നാക്കൽ, അതിന് ശമ്പളം കൊടുക്കൽ, പൈസ പിരിപ്പിക്കൽ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അല്ലാതെ അതിലപ്പുറം ഇന്ന് കമ്മിറ്റിക്ക് സാധിക്കുന്നില്ല. ശരീഅത്ത് ഭരണമുള്ള നാട്ടിൽ ഉള്ള എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കൂല. എന്താ? ഒന്ന്, ക്രിമിനൽ കാര്യങ്ങൾ, അതിൻ്റെ ശിക്ഷ കൊടുക്കാൻ സാധ്യത, കട്ടോൻ്റെ കൈകൊത്താനോ, വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞിട്ട് കൊല്ലാനോ, ഹദ്ദടിക്കാനോ, അതൊന്നും സാധ്യമല്ല. അങ്ങനെ കൊന്നാൽ എന്താവും? ജമാഅത്ത് വലിയ ഗുൽമാനിലാവും, ഒറ്റ കുഴപ്പത്തിലാവും. പ്രസിഡന്റും സെക്രട്ടറിയും മൊയിലാറും എല്ലാവരും അത് ശിക്ഷിക്കപ്പെടും, ജയിലിരിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നടത്താൻ സാധ്യമല്ല. ഏതുവരെ നിക്കാഹ് ഫസ്ഖിന്റെ കാര്യം വരെ ആഡളിത കമ്മിറ്റിക്ക് ഒരു നിയന്ത്രണത്തിൽ ഒരു ആലിം ഉണ്ടായിട്ട് ഒരു തീരുമാനം പറയാൻ വേണ്ടിയിട്ട് ജമാഅത്ത് കമ്മിറ്റിക്ക്, നാട്ടിൽ ആഡളിത സമിതിക്ക് ജനങ്ങളെ സമ്മതിപ്പിക്കാൻ സാധിക്കാത്തൊരു ചുറ്റുപാടാണ് ഇവിടെ കണ്ടും കൊണ്ടുള്ളത്. ജമാഅത്ത് കമ്മിറ്റി ഇടപെട്ടാൽ ആ തലാഖിന്റെ അല്ലെങ്കിൽ ആ ഫസ്ഖിന്റെ കേസ് തീരുന്നില്ല. അങ്ങനത്തെ സാധിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ വരട്ടെ. ഇല്ല, അങ്ങനത്തെ ഒരു സംഘം ഇല്ല. ഇനി ആഡളിത സമിതി ഉണ്ടെങ്കിൽ
ആഡളിത സമിതി വിശ്വസ്തര് ആണെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും ഒന്നോ രണ്ടോ ആളിതാ ഇത് ഈ നാട്ടിലുള്ള സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് വക്കാലത്താക്കാൻ പറ്റുവരെ ഇഷ്ടമുണ്ടെങ്കിൽ വക്കാലത്ത് ഒരായിക്കോളാം, അത്ര പറയാനേക്കാൾ അധികം സാധിക്കൂല. അപ്പൊ അയാൾ കമ്മിറ്റി തെരഞ്ഞെടുത്ത ആളാകുമ്പോഴേക്ക് അയാളും പറയും, മുതലാളി എനിക്ക് ഒരു സമ്മതമല്ല, എന്റെ തന്നെ പൈസ കൊണ്ടി തരാത്ത ആള്. പറ്റുന്ന നല്ല ഉലമാഇന്റെ നേതൃത്വമുണ്ടെങ്കിൽ ആ വക്കീല് മുഖാന്തരം സക്കാത്തിനെ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. ഞാൻ എന്നെ കൂട്ടിയാലോ, എന്റെ ബസ്സിന്റെ പൈസയും കൂടിയായി, അല്ലെങ്കിൽ എന്റെ കാറിന്റെ പെട്രോളിന്റെ പൈസയും കൂടിയാൽ എടുക്കാം. ഞാൻ ആമിലാണ്. ഒരു ആമിലീനായ സക്കാത്തിന് ജോലി ചെയ്യുന്ന ആൾക്കും ഉണ്ടൊരു ഹക്ക് എന്ന് ഞാൻ ആയത്ത് ഓതിയിട്ട് 100 രൂപ ഞാനും കീശയിലിട്ട് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന വക്കീലിന് നീ എടുത്ത് 200 എന്ന് പറഞ്ഞാലോ അങ്ങനത്തെ ആളൊന്നും പറ്റൂല. വളരെ വളരെ ചിന്തിക്കേണ്ട കാര്യം. ഫക്കീറന്മാർ ആരും ഇല്ല, അപ്പൊ ആ പുറത്തിന്റെ നാട്ടിലേക്ക് കൊടുക്കേ? സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആള് ആരും നാട്ടിലില്ല എങ്കിൽ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടില് അത് പറ്റും, അങ്ങനെ തന്നെയാണ് കൊടുക്കണം. നാട്ടിൽ ആരും സക്കാത്തിന് തരപ്പെട്ട ആളില്ലെങ്കിൽ അതിന്റെ അടുത്ത നാട്ടിലുണ്ടോ നോക്കണം. അടുത്ത നാട്ടിലും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തെ നാട്ടിലുണ്ടോ, അങ്ങനെ നോക്കിയിട്ട് കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം തന്നെ. വിദേശങ്ങളിൽ സക്കാത്ത് വാങ്ങാൻ അർഹന്മാരില്ലാത്തപ്പോ വിദേശങ്ങളിലുള്ളവർ അവരുടെ സക്കാത്ത് എന്ത് ചെയ്യണം എന്ന് പറയുന്നു. വിദേശ നാടുകളിൽ സക്കാത്ത് സ്വീകരിക്കാൻ അർഹര് ഇല്ല എങ്കിൽ ഈ പറഞ്ഞത് പ്രകാരം അതിന്റെ അടുത്ത നാട് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത നാട്ടിൽ കൊടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. അതായത് അടുത്ത നാട്ടിലേക്ക് കൊടുക്കണം, അതിന്റെ അടുത്ത നാട്ടിലേക്ക് കൊടുക്കണം, എങ്ങനെയാണ് അങ്ങനെ അടുത്തടുത്ത നാട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് കൊടുക്കാൻ സാധിക്കില്ല, വളരെ പ്രയാസമാവും. ഇപ്പൊ ദുബൈയിലുള്ള ആള് അതിന്റെ അടുത്ത നാള് ഇപ്പുറത്ത് ബോംബെയിൽ കടന്നാല് ബോംബെയിൽ ആരും മിസ്കിമാരുണ്ട് അറിഞ്ഞിട്ട് കണക്കെടുത്തിട്ട് കൊടുക്കാൻ വല്ല പ്രയാസമാവും. അപ്പൊ എന്ത് ചെയ്യാ, സ്വന്തം നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാ. അപ്പൊ സക്കാത്ത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ ആയി. ആ അഭിപ്രായമുണ്ടല്ലോ, അത് സ്വീകരിച്ചോളാം. ഒരു നാട്ടിന്റെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാം എന്ന്. ഈ അഭിപ്രായം സ്വീകരിക്കേണ്ടത് ഇരിക്കുന്ന പലരുമുണ്ട്. പലപ്പോഴും റമദാൻ മാസമാകുമ്പോഴേക്ക് അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് ചോദ്യം വരുന്നു, എന്റെ ഒരു സഹോദരി വളരെ പാവപ്പെട്ട ആളാണ്, ഞാൻ മംഗലാപുരക്കാരന്, അവളുള്ള ഉപ്പിനങ്ങാടിയിലാണ്, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല പറഞ്ഞാല് ആ നാട്ടിൽ അവൾക്ക് സക്കാത്ത് ഇടില്ല, നിന്റെ ആങ്ങളെ വലിയ കച്ചവടക്കാരനല്ല മംഗലാപുരത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു നാട്ടിന്റെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ള ഷാഫി മദ്ഹബിലുള്ള അതേ അഭിപ്രായം സ്വീകരിക്കാം. ദീനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ദുനിയാവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സക്കാത്ത് പറ്റുമോ? ദീനിയായ പഠിപ്പ് അത് ഒഴിച്ചുകൂടാത്തതാണ്, അത് ഫർള് ഐനാണ്. ദുനിയാവിന്റെ പഠിപ്പും അങ്ങനെ തന്നെ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം വേണം, നല്ലോണം വേണം, എത്ര അധികം ഉണ്ട് അത്രയും നല്ലതാണ്. ആ പഠിക്കുന്ന ആള് മിസ്കീനാണെങ്കിൽ മിസ്കീൻ എന്ന ആ അഡ്രസ്സിൽ എന്താക്കാ, കെയർ ഓഫിൽ കൊടുക്കാം. മിസ്കീനാണ് അല്ല ഫക്കീറാണ്, പഠിക്കുന്നവൻ എന്നുള്ള ആ പേര് വെച്ചും കൊണ്ടല്ല, അവൻ മിസ്കീനാണ്, അവന്റെ ആവശ്യം പൂർത്തിയാക്കാനുള്ള വഴി അവനിക്കില്ല. അവന്താ എന്ത് വഴി, അവന്റെ ആവശ്യം എന്താ, ദീനിയായാലും പഠിക്കുന്ന മുത്താലിമാണ്, അല്ലെങ്കിൽ ഭൗതികം പഠിക്കുന്ന ആളാണ്. അവൻ MBBS ആകാലെ MD ആക്കാൻ പോകുന്നു, പൈസ ഇല്ല, പാവപ്പെട്ടവനാണ്, വേണ്ട മതി എല്ലാം MBBS ആക്കിയിട്ടെന്ന് MD, അത് പറയാൻ പറ്റൂല. അവൻ മിസ്കീനാണെങ്കിൽ മിസ്കീന്റെ ഓഹരിയിൽ നിന്ന് അവന് കൊടുക്കണം. എനിക്ക് ഒരാള് 10 ലക്ഷം രൂപ തരാനുണ്ട്, ആ മൂപ്പര് കംപ്ലീറ്റ് ലോസ് ആണ്, അവന് തരുന്ന സ്ഥിതിയിൽ തന്നെ ഇല്ല. എന്റെ ബുക്കിലുണ്ട് അവന് 10 ലക്ഷം എനിക്ക് തരാനുണ്ട്, അതിനെ സക്കാത്ത് ഞാൻ കൊടുക്കണം. 10 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അവന് മടക്കി തരാനുള്ള കഴിവൊന്നുമില്ല. ചിലപ്പോ പിന്നീട് തരൂ, അല്ലെങ്കിൽ തരാതിരിക്കും, അങ്ങനത്തെ ഒരു ചുറ്റുപാട് വരും, അല്ലെങ്കിൽ വരാതിരിക്കും. എന്താ വേണ്ടത്? അങ്ങനത്തെ പ്രതീക്ഷയില്ലാത്ത പൈസക്ക് അത് കിട്ടിയിട്ടാകുമ്പോഴേക്ക് എത്ര കൊല്ലം കഴിഞ്ഞ് അത്ര കൊല്ലത്തെ കൊടുത്താൽ മതി. കിട്ടിയിട്ടാകുമ്പോഴേക്ക് കൊടുത്താൽ മതി, അതിന് മുമ്പ് കൊടുക്കേണ്ടതില്ല. എത്ര കൊല്ലമായി വാങ്ങിയിട്ട്? 10 കൊല്ലമായി, ഇപ്പൊ കിട്ടൂ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടില്ല, ഞാൻ പൊരുത്തപ്പെട്ടിട്ടുമില്ല, ഇപ്പൊ തന്ന് 10 കൊല്ലത്തേക്ക് ഓരോ കൊല്ലവും 10 ലക്ഷം റുപ്യ തന്നെ സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ എടുത്തിട്ടില്ല. എടുക്കാത്തത് കൊണ്ട് 10 കൊല്ലത്തേക്കും 10 ലക്ഷം റുപ്യന്റെ സക്കാത്ത് തന്നെ. അപ്പൊ അതിന്റെ 2.5% ആദ്യത്തെ കൊല്ലത്തേക്ക്, രണ്ടാമത്തെ കൊല്ലത്തേക്ക് ഇങ്ങനെ കൊടുക്കണം. ഒരു ബാങ്കിന് 25 ലക്ഷം രൂപ കടം എടുത്തിന്, അതിനത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ആ 25 ലക്ഷം ഞാൻ
സക്കാത്ത് കൊടുക്കണോ? കടം എടുത്ത പൈസ ആരുടേതാണ്, ബാങ്കിൽ നിന്ന് എടുക്കട്ടെ, ഒരു വ്യക്തിന്റെ കയ്യിൽ നിന്ന് എടുക്കട്ടെ, ആരേന്ന് കടം എടുത്താലും ആ പൈസ എന്താണ്, കടം കിട്ടിക്കഴിഞ്ഞാൽ എന്റേതായി. എന്റെ കയ്യിൽ സ്റ്റോക്ക് അത് ഒരു കൊല്ലം നിന്നാ അതിന് സക്കാത്ത് കൊടുക്കണം. എവിടെ നിന്ന് എടുത്താലും നോക്കല്ല, എന്റെ കയ്യിൽ ഒരു കൊല്ലം സ്റ്റോക്ക് എന്നാൽ അതിന്റെ 2.5% കൊടുത്തേ തീരും. 10 ലക്ഷത്തിന് 10 വർഷം സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. 10 വർഷത്തിന്റെ അത് ഓരോ വർഷത്തിന്റെ 2% കഴിച്ചിട്ട് കൊടുക്കണം അല്ല? ഇല്ല, ഒരു വർഷം ഇങ്ങനെ 2% ഇതാന്നില്ല സക്കാത്തിൻ്റെതായിട്ട്. അത് ഞാൻ പറഞ്ഞു, 10 ലക്ഷത്തിന്റെ ഓരോ കൊല്ലത്തിനും 10 ലക്ഷത്തിന്റെ തന്നെ കൊടുക്കണം. എന്താ, 10 കൊല്ലം പൂർത്തിയായി. ആദ്യത്തെ കൊല്ലം 10 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ട് 10 ലക്ഷം തന്നെ സ്റ്റോക്കായിട്ട് നിന്ന്, പിന്നെയും അങ്ങനെ സ്റ്റോക്കായിട്ട് നിന്ന്. പിന്നെ അവിടെ ഉള്ള സംശയത്തിന് കാരണം എന്ത് പറഞ്ഞാല് അതിൽ 2.5% ഫുഖറായിന്റെ ഹക്കായില്ലേ എന്നുള്ളത്. അത് ഇവന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവായിട്ട് പോയിട്ടില്ല. പൂർണ്ണമായിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഒഴിവാകാത്തത് കൊണ്ടിട്ട് ഓരോ കൊല്ലത്തിലും 10 ലക്ഷത്തിന്റെ ഓൺലൈനിൽ പ്രശ്നം കേൾത്തായിക്കാരെ വീട്ടിലുള്ള സ്വർണം, അതായത് സ്വർണ്ണ ആഭരണങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ ലോക്കറുകളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇപ്പൊ ഈ വീടുകളിലൊക്കെ കള്ളന്മാരുടെ ശല്യമുള്ളതിന്റെ കാരണത്താല് ലോക്കറുകളിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ചില ആളുകളുടെ ഇപ്പൊ ആഭരണങ്ങൾ കൂടുതൽ ഉണ്ടാവും വീടുകളിൽ സ്റ്റോക്ക്. അപ്പൊ ഈ ആഭരണത്തിനെ സംബന്ധിച്ചും അപ്പൊ ഈ ആഭരണങ്ങൾ ഒരുപാട് ഉപയോഗിക്കാത്തുണ്ടാവും. ഉപയോഗിക്കുന്നത് ഓരോരോ ദിവസങ്ങളിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും അത് പൊതുവെ ഒരു എന്തെങ്കിലും ഒരു ചെയിൻ, ഒരു വള അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളാവും. അപ്പൊ കണ്ടമാനം ചില ആളുകൾക്ക് 100, 200, 300 പവനൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിനേഷൻ ആവുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ആഭരണത്തിന്റെ മിതി പരിധി എത്ര എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നാട്ടിൽ എങ്ങനെ ഉള്ളത് അതുപോലെയാണ്. അത് നമ്മളുടെ ഈ പ്രദേശത്ത്, അതായത് മാംഗ്ലൂർ, ഈ ചുറ്റുഭാഗം, പിന്നെ നമ്മൾ കണ്ട സാധാരണ കേരളത്തിലൊക്കെ നില അങ്ങനെയാണ്. ഒരു 50-60 എന്ന് ഞാൻ ഒരു ഏകദേശം പറഞ്ഞു. അത് പിന്നെയും വേണമെങ്കിൽ ഒരു 75 പവന്റെ സ്വർണം ഒരു മിതമായിരിക്കും. അതിനേക്കാൾ അധികമാകുമ്പോൾ അമിതമായ ആഭരണം അത് അല്ലെങ്കിൽ മിതമായത് തന്നെ അത് സൂക്ഷിച്ച് വെക്കുന്നു, ലോക്കറിൽ വെക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയും വെക്കുന്നു, സ്വന്തം പൊരയിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്നു, ശരീരത്തിൽ ഉപയോഗിക്കാതെ. എല്ലാത്തിൻ്റെയും നിയമം ഒന്ന് തന്നെയാണ്. ആഭരണം ധരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായ ആഭരണം അത് എവിടെ സൂക്ഷിച്ചാലും ഈ പറഞ്ഞ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിലുള്ളത് മാത്രമാണെങ്കിൽ അതിന് സക്കാത്ത് വേണ്ട. അതിനേക്കാൾ അപ്പുറം ഉള്ളത് ആണെങ്കിൽ ഉള്ള ആഭരണം മുഴുവനത്തിനും ഇത്ര ഒഴിവാക്കിയിട്ടല്ല, മുഴുവൻ ആഭരണങ്ങൾക്കും എന്ത് വേണം, സക്കാത്ത് കൊടുക്കണം. അത് ഉജൂബാണ്. ഇനി ആഭരണം ഉണ്ടാക്കി വെച്ചത് ധരിക്കാൻ വേണ്ടിയല്ല, പിന്നെ അത് മുതലായിട്ട് ഒരു സ്വത്തായിട്ട് അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉണ്ടാക്കിയെങ്കിൽ അത് എത്രയാണെങ്കിലും 85 ഗ്രാമാണ് മിനിമം. അത്ര ഉണ്ടെങ്കിൽ, അതിനേക്കാൾ അധികം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ, പിന്നെ മുതലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ആണെങ്കിൽ, മുതലായിട്ട് സൂക്ഷിക്കാനല്ല ഉപയോഗിക്കാൻ ഉണ്ടാക്കിയത് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നാട്ടു നടപ്പ് അത്രയുള്ള ഒരു കൃത്യം കണക്ക് എന്ന് പറയാൻ സാധ്യമല്ല. അതാണ് 50, 60, 75 എന്നൊക്കെ പറയാൻ കാരണം നാട്ടു നടപ്പ് അത്രയാണുള്ളത്. അതിനേക്കാൾ അധികമാണെങ്കിൽ, ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ എവിടെ സൂക്ഷിച്ചാലും അതിന്റെ വിധി ഇത് തന്നെയാണ്. ഈ പറഞ്ഞ കണക്കിനേക്കാൾ അമിതമാണെങ്കിൽ എല്ലാത്തിനും സക്കാത്ത് കൊടുക്കണം. ആ പരിധിക്കുള്ളിലുള്ളതാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. പിന്നെ സ്റ്റോക്ക് എടുപ്പ് നടത്തണം എന്ന് പറഞ്ഞല്ലോ. സാധനങ്ങളുടെ സ്റ്റോക്ക് എടുപ്പ് നടത്തിയിട്ട് സക്കാത്ത് കണക്കാക്കുമ്പോൾ അത് വാങ്ങുന്ന സമയത്തുള്ള വിലയാണോ അല്ല സ്റ്റോക്ക് എടുക്കുന്ന സമയത്തുള്ള വിലയാണോ എന്നൊരു SMS ചോദ്യമുണ്ട്. കച്ചവട ചരക്കിന് കണക്കെടുക്കുന്ന സമയത്ത് എത്രയാണ്, അന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണ്, അതാണ് നോക്കേണ്ടത്. രണ്ടാമതായിട്ടൊരു ചോദ്യമുള്ളത് SMS-ൽ. ഓൺലൈൻ ചോദ്യങ്ങൾക്ക് സ്വാഗതം. ഒരാള് അയാളുടെ ഉപ്പയും മക്കളും എല്ലാവരും കൂടി ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ഉപ്പയും മക്കളും എല്ലാവരും കൂടി നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അവരുടെ സമ്പാദ്യം ഒന്നിച്ച് എല്ലാവർക്കും വരുന്നതാണ്. പ്രത്യേകം ഇന്നയാൾക്ക് ഇത്രയാണ് സമ്പാദ്യം എന്നില്ല. അവർ മൊത്തത്തിൽ അതിനെ ഓതി വെച്ചിട്ടാണ് അവർ എടുക്കുന്നത്. എങ്കിൽ കൊടുക്കുന്ന ആളാരാണ്? എല്ലാവരും കൂടി നടത്തുമ്പോഴേക്ക് അത് മുഷ്തരിക്കായി എല്ലാവരും കൂറായിട്ടാണ് നടത്തുന്നത്.
എല്ലാവരും കൂടി കണക്കെടുത്തിട്ട് എല്ലാവരെ സമ്മതപ്രകാരമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും ഒരാൾക്ക് അതിന് കൊടുക്കേണ്ട അധികാരം ഉണ്ടാവുന്നില്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന ഒരു പിതാവ് അദ്ദേഹം ഏതായാലും തന്റെ ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പണത്തിന്റെ സക്കാത്ത് അവർക്ക് കൊടുത്താൽ ശരിയാവോ? ചെലവല്ല സക്കാത്ത്, ചെലവിന്റെ ആവശ്യത്തിന് വേണ്ടി. മക്കൾക്ക് ഭാര്യക്ക് ചെലവിന് കൊടുക്കാഞ്ഞാല് അവർക്ക് മതിയാവുന്നത്ര കൊടുക്കലാണ്. ഇപ്പൊ സാധാരണ പിന്നെ ഒരു മുദ്ദ്, അരമുദ്ദ്, 1.5 മുദ്ദ്, 2 മുദ്ദ് അതൊക്കെ കണക്കുണ്ട്. അതൊക്കെ തലാക്ക് ആയിട്ട് പിരിയുമ്പോഴേക്കൊക്കെ മാത്രമേ ലോകത്തിൽ എന്നും കണക്കാക്കിയിട്ടുള്ളത്. അല്ലാത്ത കാലത്തൊക്കെ എന്താണ്, ഭാര്യക്കും മക്കൾക്കും മതിയാവുന്നത്ര ചെലവിന് കൊടുക്കലാണ്. മതിയാവുന്നത്ര ചെലവിന് കൊടുക്കുന്ന ബാപ്പ ചെലവ് ഉജൂബായ അതേ ആളുകൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് ശരിയാവില്ല. ആഭരണത്തിൽ വജ്ര, ഡയമണ്ട് പോലെയുള്ള ആഭരണങ്ങൾ ഉണ്ടോ എന്നാണ് ഒരു ചോദ്യം. ആദ്യം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് സ്വർണം വെള്ളി അല്ലാത്ത വസ്തുക്കൾക്ക് സക്കാത്ത് ഇല്ല എന്ന്. സ്വർണം വെള്ളി എന്ന ഈ 2 സാധനത്തിന് അല്ലാതെ ബാക്കി വജ്രം പിന്നെ ഇതുപോലത്തെ ഇരിക്കുന്ന കല്ലുകൾ, മുന്തിയ സാധനങ്ങൾ ഉണ്ടല്ലോ, അതിനൊന്നിനും സക്കാത്തില്ല. എന്താ, അത് അപൂർവമായിട്ട് ചില ആളുകളിൽ മാത്രമേ ഉണ്ടാവുന്നത്. സാധാരണ അത് ഒരു വ്യവഹാരം നടത്തുന്ന സ്വർണം വെള്ളി പോലൊന്നുമല്ല. സക്കാത്ത് കൊടുക്കണം. അമിതമ മിത്തിന്ന് ഏറിയെങ്കിൽ 75 മിത്തിയും 100 പവനും ഉണ്ടെങ്കിൽ ഇവിടെ 25-ന് സക്കാത്ത് കൊടുത്താൽ മതിയോ അല്ല 100-നും കൊടുക്കണോ എന്നാണ് ചോദ്യം. 100-നും കൊടുക്കണം. മിത്തി മീറിയാൽ ಮಿತಿಂದ ತಾಯುಳ್ಳೇನು ಕೊಡಕಣ ಮೇಲೆಳ್ಳೇನು ಕೊಡಕಣ. ಟೌನ್ ಹಾಲಿನ ಈ ಪ್ರೋಗ್ರಾಮ್ಗೆ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. ಇದು ನಾನು ಇಬ್ರಾಹಿಂ ಅಂತ ಸೌದಿ ಅರೇಬಿಯಾ ಜಿದ್ದಾದಿಂದ ಮಾತನಾಡುದು. ಎಕರೆಗಟ್ಟಲೆ ಸ್ಥಳಗಳು ನಾವು ಖರೀದಿಸಿರುತ್ತೇವೆ, ಅದಕ್ಕೆ ಸಕಾತ್ ಇದೆ. സ്ഥലം, ഭൂമിക്ക് സക്കാത്ത് ഉണ്ടാവും. ഭൂമി സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി എടുത്തു വെച്ച ഭൂമികൾ കച്ചവടത്തിന് വേണ്ടി അല്ല എങ്കിൽ സക്കാത്തില്ല. കച്ചവടത്തിന് വേണ്ടി ഭൂമി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കച്ചവടം തുടങ്ങി കൊല്ലം പൂർത്തിയാവുമ്പോൾ കണക്കാക്കി 2.5% അതിന്റെ വിലയിൽ നിന്ന് കൊടുക്കണം സക്കാത്ത്. ഒരാള് മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങ് മകൾക്ക് നിക്കാഹിന് വേണ്ടി കുറച്ച് ആഭരണം സ്റ്റോക്കാക്കി വെച്ച് 1 കൊല്ലമോ 2 കൊല്ലമോ 10, 25 പവനോ 30 പവനോ എല്ലാം ആഭരണമാക്കി വെച്ചിന്. പുരക്കാർ ഇപ്പൊ ധരിക്കാനല്ല, മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോ. അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കണ. മോളെ മംഗലം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ആഭരണം ഉണ്ടാക്കിയിട്ട് വെച്ചത് അതെന്തോ കാരണത്താൽ പിന്തി, 1 കൊല്ലം പിന്തി, 2 കൊല്ലം പിന്തി. ആഭരണം ആക്കിയത് മോൾക്ക് ധരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മിതിമീറാത്ത ആഭരണമാണെങ്കിൽ അതിന് സക്കാത്ത് ഇല്ല. ആഭരണം ആക്കാതെ സ്വർണത്തിന്റെ കട്ടി കൊണ്ടതിട്ട് വെച്ച്, ചെറിയ ബിസ്ക്കറ്റ് ഇങ്ങനത്തൊക്കെ ഉണ്ടാന്നല്ലോ, അത് വെച്ചെങ്കിൽ കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് 2.5% കൊടുക്കണം. ആഭരണം ആക്കി വെച്ചാൽ കൊടുക്കണ്ട. ഒരു ഫക്കീർ ഒരു 10,000 രൂപ ഒരു ഫക്കീർ നമുക്ക് തരാണ്ട്, അയാളോട് പറയാണ് നിന്റെ സക്കാത്തിന്റെ ഓതിനി എടുത്തിട്ട് ബാക്കി തന്നാ മതി, എന്നാൽ ആ സക്കാത്ത് സഹിയാവോ? ഒരാള് തരാനുണ്ടെങ്കിൽ അവിടെ തന്നെ സക്കാത്ത് തന്നെ വിട്ടാ പറ്റുകയില്ല. അവൻ തരണം. തന്നതിന് ശേഷം തന്ന അപ്പ തന്നെ വേണം എന്റെ കയ്യിൽ കിട്ടിയിട്ടാകുമ്പോഴേക്ക് ഇതാ നീ ഇപ്പൊ കടം വീടിയല്ലോ, ഞാൻ സക്കാത്ത്, നീ ഫക്കീർ, നിന്റെ സക്കാത്തിന്റെ പൈസ അങ്ങനെ കൊടുക്കാം. നമ്മളെ കയ്യിൽ വേങ്ങിയിട്ട് കൊടുക്കണം, അല്ല കൊടുത്താൽ ശരിയാവില്ല. ഒരാൾ 80 ലക്ഷന്റെ ബിൽഡിംഗ് കെട്ടിന് വാടകയുണ്ട്, അതിൽ മാസം വരുന്ന വരമാണ് 40,000. ആൾ ഏ കണക്കിൽ കൊടുക്കണു സക്കാത്ത്? ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാ, കച്ചവടത്തിന് വേണ്ടി അല്ലല്ലോ. ബിൽഡിങ്ങിന്റെ വാടക ഒരു മാസത്തിൽ 40,000 രൂപ വരുന്നുണ്ട്, സക്കാത്ത് എങ്ങനെ കൊടുക്കണം? അവിടെ ബിൽഡിങ്ങിന്റെ വില എത്ര എന്നതിലേക്ക് നോട്ടമേ ഇല്ല. എത്ര ലക്ഷം, കോടിയോ ആവാം, എത്രയും ആവാം. ഈ വാടക കിട്ടിയ പൈസ 1 കൊല്ലം മുഴുവനായിട്ട് സ്റ്റോക്ക് നിന്നിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിന്റെ അവസാനമാകുമ്പോൾ എത്ര പൈസ ഉള്ളത്? 25,000 രൂപ ഉള്ളത് 25,000 കൊടുത്താൽ മതി. 25 ലക്ഷം ഉള്ളത് 25 ലക്ഷത്തിന്റെ കൊടുത്താൽ മതി, കൊല്ലം ഫുള്ളായിട്ട് സ്റ്റോക്ക് നിന്നിട്ടുണ്ടെങ്കിൽ. ഈ ഫക്കീർ മിസ്കീൻ വിശദീകരിക്കണമെന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. അവന് വരവുമുണ്ട് ചെലവുമുണ്ട്. വരവ് ചെലവിന് സാധാരണയിൽ എല്ലാവർക്കും മതിയാവും പോലെ മതിയാവുന്നില്ല. പിന്നെ ഒട്ടാകെ ഒപ്പിച്ചിട്ട് പോകുന്നത്, കടം വന്നാൽ ബേജാറാവുമല്ലോ, ഒരിക്കൽ തിന്നുന്നത് കുറച്ച് കുറക്കും, അല്ലെങ്കിൽ തുണി എടുക്കുന്ന വലിയ പെരുന്നാക്ക് എടുത്താൽ മതി, ചെറിയ പെരുന്നാക്ക് വേണ്ട. ഇതുപോലത്തെ അവസ്ഥ, നോമ്പറക്കാൻ ഫ്രൂട്ട് വേണ്ട,
അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ കറി 2 വേണ്ട 1 മതി, ഈ നിലക്കുള്ള സാധാരണ നാട്ടു നടപ്പിലൊരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതം അവനിക്ക് നയിക്കാൻ സാധിക്കുന്നില്ല, അത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. വിഷമം. പിന്നെ എങ്ങനെയോ കടമില്ലാതെ ഒപ്പിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആൾ മിസ്കീനാണ്. പിന്നെ ചെലവുണ്ട്, വരുമാനമുണ്ട്, എങ്ങനെ ഒപ്പിക്കാൻ സാധിക്കുന്നില്ല. മതിയാവുന്നതേ ഇല്ല. പിന്നെ കടം വന്നു പോകുന്നു, വരുമാനമുണ്ട് കുറച്ച്, ചെലവിന് മതിയാവുന്നില്ല, കടം വന്നു, അല്ല തീരെ വരുമാനം ഇല്ല, ചെലവുണ്ട്. ഇങ്ങനെയുള്ള ആള് ഫക്കീറാണ്. കഷ്ടപ്പെട്ടിട്ട് ഒപ്പിച്ചിട്ട് പോകുന്ന ആള് അവർ മിസ്കീന്മാർ. കടം വരുന്നില്ല, മറ്റൊരു കടം വരുന്നു. യഖഉ മൗഖിഅൻ മിൻ കിഫായതിഹി അരി മിസ്കീൻ. ഫക്കീർ ലാ യഖഉ മൗഖിഅൻ മിൻ കിഫായതിഹി, വരുമാനമുള്ള ആള്, ഒപ്പിക്കാൻ സാധിക്കുന്ന ആള് മിസ്കീൻ, സാധിക്കാത്ത ആള് ഫക്കീറന്മാര്. അപ്പൊ മിസ്കീൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം. ഒരാളുടെ ഫുള്ളായിട്ടുള്ള ഹറാമിന്റെ സ്വത്ത് മാത്രമാണ്, അയാളുടെ ഹറാമിന്റെ സ്വത്താണ് ഉള്ളത്. ആ സ്വത്തിലേക്ക് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇനി ഒരാൾ കൊടുക്കുന്നത് ഹറാമിന്റെ സ്വത്തിന്റെ സക്കാത്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുമോ? ഹറാമിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ സ്വത്ത് അവൻ്റേത് അല്ല, അത് വേറെ ആരാന്നോ പിടിച്ചെടുത്തത്, ആക്രമിച്ചത്, ഇങ്ങനത്തെ മുതൽ. ആ മുതലിന്റെ ഉടമസ്ഥൻ തന്നെ അവനല്ല, അതിന്റെ ഉടത്തനം അവനില്ല. ഇല്ലാതെയാകുമ്പോൾ അവൻ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പിന്നെ അത് ഉപയോഗിക്കലല്ല, അതിന് യഥാർത്ഥ ആള് ആര്, അവർക്ക് അതിന് എത്തിച്ചു കൊടുക്കണം. ഹറാമെന്നാണ് സക്കാത്ത് എന്ന പേരിൽ ഇവൻ തരുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ സ്വീകരിക്കാൻ പാടുള്ളതും അല്ല. സക്കാത്തിന്റെ സ്വത്ത്, സക്കാത്തിന്റെ മുതലിൽ ഒരു ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ ആയിരിക്കെങ്കിലും ഒരു റിക്ഷ വാങ്ങി കൊടുക്കുക ആ പൈസ, അല്ലെങ്കിൽ ഒരു പീടി ഇട്ട് കൊടുക്കുക, അങ്ങനെ പറ്റുമോ? സക്കാത്ത് പൈസന്റെ സക്കാത്ത് ഉജൂബായിട്ടുണ്ടെങ്കിൽ പൈസ തന്നെ കൊടുക്കണം. പൊന്നിന്റെ സക്കാത്ത് ഉജൂബായിട്ടുണ്ടെങ്കിൽ പൊന്ന് തന്നെ കൊടുക്കണം. പറയുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഒരു സംശയമാണ്, പൊന്ന് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോഴേക്ക് മാലയെന്ന് കണ്ടാക്കിയിട്ട് കൊടുക്കണം, അത് വേണ്ട, വേറെ പൊന്നെടുത്തിട്ട് കൊടുത്താലും മതി. അങ്ങനെ പൈസന്റെ സക്കാത്ത് പൈസ തന്നെ, സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണം തന്നെ, വെള്ളിന്റെ സക്കാത്ത് വെള്ളി. കച്ചവടച്ചരക്കിന്റെ വില ഇതാണ്, അതിന്റെ വില തന്നെ കൊടുക്കണം. ആ വില അവരെ കയ്യിൽ തന്നെ എത്തണം. നമ്മൾ അവർക്ക് ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കലോ അല്ലെങ്കിൽ ലോറി എടുത്തു കൊടുക്കലോ അതൊന്നും പറ്റൂല. പിന്നെന്താക്ക, ഇവനെ നിയന്ത്രിക്കാൻ അറിയാത്ത ആളാണ്. ഈ പൈസ അവൻ കൊണ്ടുപോയാല് പിന്നെ ഒട്ടാകെ എന്തെല്ലാം ആക്കി കളയും എന്നുണ്ടെങ്കിൽ സാധനം വാങ്ങി കൊടുക്കാൻ പറ്റൂല, പൈസ തന്നെ എത്തിക്കണം. പിന്നെന്ത് ചെയ്യാ, സക്കാത്തിന്റെ പൈസ ആ സമയമാകുമ്പോഴേക്ക് അവന്റെ കയ്യിലെത്തിക്കുക. എത്തിച്ചിട്ട് പറയാ പൈസ നിന്റേത്, എന്റെ കയ്യിൽ കുറച്ച് ഇരിക്കട്ടെ ഇട, എന്തിന്, നിനക്കൊരു ഓട്ടോറിക്ഷ വാങ്ങണം, നിന്റെ സമ്മതമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവന്റെ സമ്മതം വാങ്ങിയിട്ട് അവന്റെ പൈസനെ രണ്ടാമത് വാങ്ങിയിട്ട് ഓട്ടോറിക്ഷ മറ്റേ വാങ്ങിയിട്ട് കൊടുക്കുക എന്നല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഓട്ടോറിക്ഷ വാങ്ങി കൊടുക്കേണ്ടതിരിക്കുന്ന നിയമം ഇല്ല, ശറയിൽ ഇല്ല. 100 പവൻ സ്വർണ്ണുണ്ട്, 100 പവനും ബാങ്കിൽ വെച്ച് പൈസ മേടിച്ചിട്ടുണ്ട് പണയം വെച്ചിട്ട്. ആ 100 പവൻ സ്വർണത്തിന് സക്കാത്തുണ്ടോ? 100 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ അത് ഇവന്റേതാണ്. പണയം വെച്ചത് കൊണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം നീങ്ങിപ്പോയിട്ടില്ല, അവന്റെ ഉടമത്വത്തിൽ തന്നെയാണുള്ളത്. ഇവിടെ എന്തായി, 100 ഗ്രാം സ്വർണം അവന്റെ കയ്യിലുണ്ട്, കടവും ഉണ്ട് എന്നാണ് അർത്ഥം. ഈ ഉള്ള സ്വർണത്തിന് 2.5 ഗ്രാം സക്കാത്ത് കൊടുക്കണം. കടമോ അത് വേറെ, കടം വീടാനും ഉണ്ട്, സക്കാത്ത് ഉജൂബായിട്ടും ഉണ്ട്. രണ്ടും രണ്ട് വിഷയമാണ്. വക്കീല് ഒരാളെ ഏൽപ്പിക്കുമ്പോ മൊക്കല് ഇലയിനെ നിർണയിക്കണം. സംഘടനക്ക് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, 1 2 അപ്പൊ ഈ ഉക്കലായി നീ മൊക്കല് ഏൽപ്പിക്കുമ്പോ മൊക്കല് ഇലയിനെ നിർണയിക്കണം, ഇന്ന ആൾക്ക് കൊടുക്കണം. വക്കാലത്താക്കുന്ന സമയത്ത് ഒരു അബ്ദുല്ലാനെ വക്കാലത്താക്കുന്നു, സക്കാത്തിന്റെ പൈസ അബ്ദുല്ലാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ സക്കാത്ത് ഇത് അഹമ്മദിന് കൊടുക്കണം, ഇല്യാസിന് കൊടുക്കണം, മറിയമിന് കൊടുക്കണം, ഇങ്ങനെ ഇവനോട് വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. സക്കാത്തിന്റെ അവകാശികളെ മനസ്സിലാക്കാൻ അറിയുന്നവനാണവൻ എങ്കിൽ സക്കാത്തിന്റെ അവകാശികൾ ആര് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ കൊടുത്താൽ മതി. സക്കാത്തിന്റെ അവകാശികൾ ആര് എന്നവൻ അറിയില്ലെങ്കിൽ പിന്നെ ഇന്നാളെന്ന് പറയേണ്ടി വരും. വലത് നാട്ടിൽ നിന്ന് നക്കല് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, നീക്കം ചെയ്യുന്നത്. ഇപ്പൊ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പം മംഗലാപുരത്ത് ഏതെല്ലാം നാട് പെടും? ഒരു നാട് എന്ന് പറഞ്ഞാൽ
മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഈ ടൗണ് മാത്രമല്ല, ഈ ടൗണും ഇതിന്റെ ചുറ്റുഭാഗം സാധാരണ ഒരു പോകാൻ വലിയ പ്രയാസമില്ലാത്ത, എല്ലാവർക്കും ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ കാറിലോ സാധാരണ പോയിട്ട് മെച്ചം കണ്ണോക്കിന് പോയിട്ട് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറെ നേർച്ചക്കോ മംഗലത്തിനോ വിളിച്ചാൽ പോകാൻ പറ്റുന്ന, വലിയ ദൂരത്തിന് കരുതി പോകുന്നല്ല, സാധാരണ നാട്ടിലുള്ള നടന്നിട്ട് പോകുന്നവർക്ക് നടന്നിട്ട്, ഈ ഓട്ടോയിൽ പോകുന്ന ആൾക്ക് ഓട്ടോയിൽ, അങ്ങനത്തെ അതിൽപ്പെടുന്ന സാധാരണയിൽ ഇതിൽപ്പെടുന്ന ആ സ്ഥലമൊക്കെയാണ്. ജുമാന്റെ വലത് പോലെയല്ല. ജുമാ ഇപ്പം എന്താക്കുന്നത് പല സ്ഥലത്തും, ഒരു നാട്ടിൽ തന്നെ 3 സ്ഥലത്ത് 4 സ്ഥലത്തൊക്കെ ജുമാ നിർത്തുന്നത്. അത്രയൊന്നുമല്ല, അതിനേക്കാൾ വിശാലമാണ് നാട്ടിന്റെ പരിധി. അതാത് നാട്ടുകാർ മനസ്സിലാക്കണോ. നമ്മളെ നാട്ടിലേക്ക് വെട്ടാളല്ലേ, ഇത് നമ്മളെ നാട് തന്നെ, മുട്ടത്താള്, ഞങ്ങളെ റായത്ത് കേസ് ഏറിയ എന്നിട്ട് അങ്ങനെ മനസ്സിലാക്കണം. അവന് സക്കാത്ത് എടുക്കാൻ അർഹനപ്പെട്ടവനല്ല, ഓൺ കൊടുത്ത സക്കാത്ത് കൊടുത്തു, അവൻ എന്താക്കണം? ഇപ്പൊ സക്കാത്ത് സ്വീകരിക്കാൻ തരപ്പെട്ട ആളല്ല, ഫക്കീറല്ല, മിസ്കീനല്ല, കടമുള്ളവനല്ല, ഇബ്നു സബീലല്ല, ഒന്നുമല്ല. അങ്ങനത്തെ ഒരാൾക്ക് സക്കാത്ത് കൊടുത്തൊരാള് അവൻ എന്ത് ചെയ്യണം? പറയണം, സക്കാത്തിന്റെ മുതല് ആണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയണം. എടുത്തു കഴിഞ്ഞത് പിന്നെ അറിഞ്ഞ് അവൻ തന്ന പൈസ സക്കാത്തിൻ്റെതാണ് എന്ന് അറിഞ്ഞാൽ പോയിക്കൊണ്ടിട്ട് അവന് കൊടുക്കണം. നീ സക്കാത്തിന്റെ കാശ് നക്ക് തന്നരേ, നക്ക് സക്കാത്ത് സ്വീകരിക്കാവില്ല, ഇത് മടക്കിയിട്ട് എടുത്തോളുന്നതിൽ കൊടുക്കണം. ഈ വാങ്ങിയ ഉദാഹരണത്തിന് എനിക്ക് സക്കാത്ത് ഒരാൾ തന്നു, ഞാൻ അറിയില്ല എനിക്ക് സക്കാത്തിന്റെ പൈസന്ന്. അപ്പൊ ഞാൻ പിറ്റേന്ന് അറിഞ്ഞ്, സക്കാത്ത് നക്ക് തീരാ. അപ്പൊ എന്താക്കുന്നത്? ഞാൻ എന്താക്കാം, അപ്പുറത്തൊരു മിസ്കീനുള്ള അവൻ കൊടുക്കണേ, അത് ആവല, പിന്നെ അവനെല്ലാം കൊടുക്കണം മടക്കിയിട്ട്. ആര് നക്ക് തന്നരെ അവന്റെ മുട്ട കൊടുക്കണം. അവന് ചൊന്നെങ്കിൽ നീ അപ്പുറത്ത് എന്നെ ആൾ കൊടുക്കുക, അപ്പൊ അതാവും. മാസം മാസം ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സക്കാത്തിന് നിസ്വാബ് പൂർത്തിയാകുന്നുണ്ട് എല്ലാ മാസവും. എന്നാൽ അയാൾ മാസം മാസം കൊടുക്കേണ്ടതുണ്ടോ, കൊല്ലത്തിൽ കൊടുത്താൽ മതിയോ എന്ന് സൗദി അറേബ്യയിൽ നിന്നൊരു ചോദ്യം. സക്കാത്ത് കൊടുക്കൽ ഉജൂബാവുന്നത് കൊല്ലം പൂർത്തിയാവുമ്പോൾ ആണ്. എങ്കിലും ഒരു കൊല്ലം തുടങ്ങുന്നു, ഉദാഹരണത്തിന് അയാളെ കച്ചവടത്തിന്റെ തുടക്കം അയാൾ കണക്കാക്കുന്നത് റബീഉൽ അവ്വൽ മാസം 1 അല്ലെങ്കിൽ ജുമാദുൽ അവ്വൽ 1 എന്നൊക്കെ. അയാൾ മാസം 1 തുടങ്ങുന്നതാണ്. അന്ന് മുതൽക്ക് അടുത്ത കൊല്ലം അതേ തുടങ്ങിയ മാസം വരുമ്പോൾ സക്കാത്ത് കൊടുത്താൽ മതി ആവും. എങ്കിലും അയാളെ കച്ചവടത്തിന്റെ കൊല്ലം തുടങ്ങുന്നുണ്ടല്ലോ, ജുമാദുൽ അവ്വൽ 1 അയാൾ തുടങ്ങുന്നു കച്ചവടത്തിന്റെ കണക്ക്, അന്ന് മുതൽക്ക് ആ തുടങ്ങിയത് മുതൽക്ക് മുതല് അയാളെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാം. കൊടുത്തിട്ട് കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് അതിനെ കണക്ക് കൂട്ടിയാൽ മതി. മുതല് അങ്ങനെ ഉണ്ടെങ്കിൽ സക്കാത്തായി. മുതല് നശിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ച ആളൊക്കെ മടക്കി വാങ്ങേണ്ടതിരിക്കുന്ന അധികാരവും ഉണ്ട്. ചിലപ്പോൾ മടക്കി ചോദിക്കുമ്പോൾ ആ സ്വത്ത് അവൻ്റെ ഉണ്ടാവില്ല, അത് തീർന്നിട്ടുണ്ടാവും. സക്കാത്ത് ഫണ്ടിൽ നിന്ന് ചില സംഘടനകൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പാണ്, എങ്കിലും സ്വീകരിക്കാൻ പറ്റുമോ? സക്കാത്ത് ഫണ്ട് എന്നുള്ളതിൽ പല തെറ്റായ കാര്യങ്ങളും അതിൽ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പലതും മനസ്സിലാക്കിയെടുത്ത് അനുഭവത്തിൽ ഉള്ളതും ആണ്. അതുകൊണ്ട് സക്കാത്ത് ഫണ്ട് എന്നുള്ള ഒരു സംഘടന തന്നെ അത് നമ്മൾക്ക് ഇല്ല. അങ്ങനെയുള്ള ഫണ്ടിൽ സക്കാത്തിന്റെ പൈസയാണ് പിരിപ്പിച്ചിട്ട് ഇവർ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് അറിഞ്ഞാൽ അത് സക്കാത്തിൻ്റെത് ആണോ അല്ലേന്നും കൂടി അറിയാത്തൊരവസ്ഥയായിരിക്കും. അതിന് ശരിയായ ഇത് ആണെങ്കിൽ സ്വീകരിക്കാൻ പാടുള്ളതല്ല. പിന്നുണ്ടെന്ത് ഇതിന് അവകാശികളില്ല, ഇതിങ്ങനെ ദുരുപയോഗപ്പെട്ട് പോവും എന്നുണ്ടെങ്കിൽ ഇവൻ സക്കാത്തിന് അർഹനാണെങ്കിൽ, ഞാൻ സക്കാത്തിന്റെ അർഹനാണ്, ഇന്ന ആളുടെ സക്കാത്തൊക്കെ പിരിപ്പിച്ചിട്ടുണ്ട്, ഞാനും കൂടി വാങ്ങിയില്ലെങ്കിൽ എന്നും ദുരുപയോഗമായിരിക്കും, ഞാൻ സക്കാത്തിന്റെ അർഹനാണ് എന്നുണ്ടെങ്കിൽ അവിടെ വക്കാലത്തും മറ്റൊക്കെ ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. വക്കാലത്തും കൂടി ശരിയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ സ്വീകരിക്കാനും പറ്റൂല. ഇപ്പോൾ ഗവൺമെന്റ് പാസ്സാക്കിയ പണം, ഉദാഹരണത്തിൽ ഇപ്പൊ അപകടത്തിൽ മരിച്ച ആൾക്ക് കഴിഞ്ഞതായ വിമാനാപകടത്തിൽ പലയാൾ മരിച്ചുപോയി. എന്നാൽ ആ കുടുംബത്തിന് ഗവൺമെന്റ് പല പൈസകൾ പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷെ അത് അവർ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ ഇതിന്റെ സക്കാത്ത് എങ്ങനെ? പൈസ അവർ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, അത് ഗവൺമെന്റിന്റെ കയ്യിലാണ്, പക്ഷെ ഇവരുടെ പേരിൽ പാസ്സായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ മേലും സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ? സക്കാത്ത് ഗവൺമെന്റിന് കിട്ടിയ സഹായധനം അതാർക്കാണോ കിട്ടിയതിന് ശേഷം, പാസ്സായതിനു ശേഷമല്ല, കയ്യിൽ വന്നതിന് ശേഷം 1 വർഷം
അവന്റെ കയ്യിൽ സ്റ്റോക്ക് നിന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്തിന് ഗൾഫിലെല്ലാം പൈസ കൊടുക്കലുണ്ട് ചില ആളുകൾ. അപ്പോ ഫിത്ർ സക്കാത്തിന്റെ പൈസ കൊടുക്കുന്നതിനെ കുറിച്ച്, ഫിത്ർ സക്കാത്തിന്റെ പൈസ കൊടുക്കുന്ന ഷാഫി മദ്ഹബിൽ ഖീമത്ത് കൊടുക്കാൻ പറ്റുകയില്ല. കൊടുക്കുന്ന ആള് പിന്നെ വേറെ വല്ല മദ്ഹബും സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിയില്ലല്ലോ. മറ്റുള്ള മദ്ഹബ് സ്വീകരിച്ചിട്ടാണെങ്കിൽ സഹിയാവും, ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടാണെങ്കിൽ. കടം മേടിച്ചാലും കൊടുത്താലും രണ്ടാളും സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പൊ മേടിച്ചവന്റെ അത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ അത്, അപ്പൊ സക്കാത്ത് കൊടുക്കണമോ? കടം എടുത്ത ആളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സ്റ്റോക്ക് ഇല്ല, അത് തീർന്നു പോയിട്ടുണ്ട് ഏതോ നിലക്ക്, അവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ಈಗ ಎಷ್ಟು ಹಣ ಇದ್ದರೆ